കേരളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ ആവേശം പ്രചാരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അന്തിമ ദിവസങ്ങളിലൂടെ കടന്നുപോകുന്നൊരു ഘട്ടത്തിലാണ് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായി തൃപ്പൂണിത്തുറയിൽ നിന്നും പടക്കളം പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. അപ്പോൾ അതുപോലെ തന്നെ സജീവമായൊരു ചർച്ചയിലേക്ക് ഇവിടെ ഈ പൗരാവലി ഇവിടുത്തെ വോട്ടർമാർ എത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾക്ക് ഇന്ന് ഈ പടക്കളത്തിൽ എറണാകുളത്ത് നിന്നും തൃപ്പൂണിത്തുറയിൽ നിന്നും ചേരുന്ന മുന്നണി വക്താക്കളെ ആദ്യം പരിചയപ്പെടാം. ശ്രീ ഹെൻറി ഓസ്റ്റിൻ കോൺഗ്രസ് UDF, അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPIM LDF, അഡ്വക്കേറ്റ് കൃഷ്ണദാസ് BJP NDA. അഡ്വക്കേറ്റ് അരുൺകുമാർ, ഇതിപ്പോൾ UDFനെ സംബന്ധിച്ച് അവരുടെ ഒരു സിറ്റിംഗ് സീറ്റാണ് എന്ന് പറയുന്ന ആത്മവിശ്വാസമോ അമിതമായ ആത്മവിശ്വാസമോ ആ ക്യാമ്പിൽ പ്രകടമാണോ? നിങ്ങളെ സംബന്ധിച്ച് അതിനെ അതിജീവിച്ചുകൊണ്ട് ഈ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയും വിധം മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ടോ? കാരണം സ്ഥാനാർത്ഥി ഷൈൻ ടീച്ചർ എന്ന സ്ഥാനാർത്ഥിയുടെ പ്രചാരണമൊക്കെ സമൂഹ മാധ്യമങ്ങളുടെ മണ്ഡലത്തിന് പുറത്ത് വലിയ തോതിൽ ചർച്ചയാവുന്നുണ്ട്. അവരുടെ പല പ്രസംഗങ്ങളും വൈറലാവുന്നുണ്ട്, അവരുടെ കാഴ്ചപ്പാടുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഹൈബി ഈഡൻ സിറ്റിംഗ് MP എന്ന ഒരു ആത്മവിശ്വാസത്തിൻ്റെ പുറത്ത് പ്രചാരണം നടത്തുന്നത് പോലെയും തോന്നുന്നു. BJP മറുഭാഗത്ത് ഡോക്ടർ രാധാകൃഷ്ണനിലൂടെ അവരുടെയും ഭാഗം നമ്മൾ കാണുന്നതാണ്. അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്തും. LDFനെ സംബന്ധിച്ച് ഈ പറഞ്ഞ പശ്ചാത്തലത്തിൽ അവസാന ദിവസങ്ങളിൽ, പ്രചാരണത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ ഈ മണ്ഡലത്തിൽ LDF എവിടെ നിൽക്കുന്നു? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായി ഷൈൻ ടീച്ചറെ പ്രഖ്യാപിച്ചതിന് ശേഷം ഏറ്റവും ചിട്ടയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് നടക്കുന്നത്. ഒരു പുതിയ സ്ഥാനാർത്ഥി എന്ന രൂപത്തിൽ ഈ മണ്ഡലത്തിൽ പരിചയപ്പെടുത്തി ദിവസങ്ങൾക്കകം ഈ മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാരുടെയും ജനഹൃദയങ്ങളിൽ ഇടം പിടിക്കാൻ ടീച്ചർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ടീച്ചറുടെ പ്രസംഗങ്ങൾ, വികസനവുമായി ബന്ധപ്പെട്ടുള്ള കാഴ്ചപ്പാട്, ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷമായി UDF നടത്തിയ ഭരണത്തിൽ ഒരു തരത്തിലുള്ള വികസന നേട്ടങ്ങളും ഉണ്ടായിട്ടില്ല. റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടെട്രോപാഡ് അടക്കം തീരദേശത്ത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ പ്രശ്നങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വലിയ വികസനം കൊണ്ടുവന്നപ്പോൾ അതിനോട് മുഖം തിരിച്ച നിലപാട്, പരമ്പരാഗത വ്യവസായങ്ങൾ, ഇടത്തരം വ്യവസായങ്ങൾ, അതുപോലെ വൻകിട വ്യവസായങ്ങൾ ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ 5 വർഷമായി ചെയ്തതാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ UDF സ്ഥാനാർത്ഥിക്ക് ഒന്നുമില്ല. ശുദ്ധമായി കൃത്യമായി പറഞ്ഞ വട്ടപൂജ്യമാണ്. അതുകൊണ്ട് ഈ വികസന വിരോധത്തെ നന്നായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ടീച്ചർക്ക് കഴിയുന്നുണ്ട്. അതുപോലെ ശരിക്കും പറഞ്ഞ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് കൊച്ചി. ഈ കഴിഞ്ഞ 5 വർഷമായി കൊച്ചിക്ക് വേണ്ടി ഞാൻ ഇത്ര രൂപ കൊച്ചിയുടെ ടൂറിസം വികസനത്തിന് വേണ്ടി ഞാൻ കൊണ്ടുവന്നു എന്ന് പറയാൻ നമ്മുടെ MP ഒന്നുമില്ല. ഇപ്പോൾ ടൂറിസം രംഗത്തുള്ള സാധ്യതകളടക്കം പ്രയോജനപ്പെടുത്തി ഒരു ഭാവി കൊച്ചിയെ വിഭാവനം ചെയ്യാൻ പാകത്തിന് നല്ല ആശയപരമായിട്ടുള്ള ഒരു കഴിവ് നമ്മുടെ സ്ഥാനാർത്ഥിക്കുണ്ട്. ആ സ്ഥാനാർത്ഥി നന്നായി തന്നെ ജനങ്ങൾക്ക് മുന്നിൽ അത് സംവദിക്കുന്നുണ്ട്. അത് വളരെ കുറച്ച് ദിവസങ്ങൾക്ക് അകം തന്നെ ജനങ്ങൾ ഈ സ്ഥാനാർത്ഥിയുടെ കഴിവ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു അട്ടിമറി നടക്കുന്ന മണ്ഡലം എന്ന രൂപത്തിൽ എറണാകുളം മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എറണാകുളം എന്ന് പറഞ്ഞാൽ ഇടതുപക്ഷത്തിനൊരു ബാലികേറാമലയൊന്നുമല്ല. ഈ 20 സീറ്റിൽ ഏറ്റവും മികച്ച പോരാട്ടം നടത്തുന്ന മണ്ഡലങ്ങളിൽ ഒന്നായി എറണാകുളം മാറിയിട്ടുണ്ട്. ഞങ്ങൾ ശുഭാപ്തി വിശ്വാസത്തിലാണ്. UDF ആകെ അങ്കലാപ്പിലാണ്. ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിന് വലിയ അംഗീകാരം കിട്ടിക്കൊണ്ടിരിക്കുന്നു. വലിയ അട്ടിമറി നടക്കുന്ന ഒരു മണ്ഡലമായി ഈ മണ്ഡലം മാറുമെന്നതിൽ യാതൊരു സംശയമില്ല. 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, വികസനത്തിൻ്റെ കാര്യത്തിൽ മണ്ഡലത്തെ വികസനത്തിൻ്റെ പാതയിലൂടെ മുന്നോട്ട് നയിക്കുന്നതിൽ ഹൈബി ഈഡൻ എന്ന MP വട്ടപൂജ്യമാണോ? 2, ഒരു പുതുമുഖ സ്ഥാനാർത്ഥിയായി വന്ന് പ്രചരണ രംഗത്ത് വളരെ സജീവ ശ്രദ്ധയെ ആകർഷിച്ച് മുന്നോട്ട് പോയ നിലയിൽ കേരളമാകെ ശ്രദ്ധിക്കുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് നിസ്സംശയം ഷൈൻ ടീച്ചർ. 2, മൂന്നാമത്തെ കാര്യം, ഈ പറഞ്ഞതുപോലെ ഒരു രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അതിനോട് ശരിയായ നിലപാടുകൾ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന ശക്തമായ നിലപാടുകൾ എടുക്കാൻ കോൺഗ്രസ് കഴിയുന്നില്ല. കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കഴിയുന്നില്ല എന്ന നിരന്തര വിമർശനം നിൽക്കുന്നു. ഇതെല്ലാം ഒരു കുത്തക മണ്ഡലമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു മണ്ഡലത്തിൽ അട്ടിമറികൾ മുൻപ് നടത്തിയതിൻ്റെ കണക്കുകൾ എണ്ണിപ്പറഞ്ഞ അരുൺകുമാറിൻ്റെ വാചകമുണ്ട്. അതുകൊണ്ട് തന്നെ കുത്തക മണ്ഡലം അട്ടിമറിക്കും കൂടി പാകമുള്ളതാണ് എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നത് നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നതാണോ? പുതിയ കാൻഡിഡേറ്റിനെ പറ്റി ഞങ്ങളെല്ലാം പരിചയപ്പെട്ടു വരുന്നേ ഉള്ളൂ. കാരണം ആദ്യമായിട്ടാണ് അവരെ കാണുന്നത്. നല്ല കാൻഡിഡേറ്റ് ആയിരിക്കാം. അപ്പോൾ ഇടതുപക്ഷത്തിനായിട്ടുള്ള രീതിയിൽ ആത്മവിശ്വാസം പുലർത്തുന്നതിലൊന്നും തെറ്റൊന്നുമില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. കാരണം ഞങ്ങളുടെ ക്യാച്ച് വേർഡ് തന്നെ ഈ മണ്ഡലത്തെ സംബന്ധിച്ച് ഹൃദയത്തിൽ ഹൈബി എന്നാണ് ഞങ്ങളുടെ ക്യാച്ച് വേർഡ്. അത് ഹൃദയത്തിൽ പതിഞ്ഞൊരു പേരും ആ വ്യക്തിത്വമുള്ളൊരു ആളാണ് ഈ മണ്ഡലത്തിൽ നിൽക്കുന്നതിനുള്ള തികഞ്ഞ ആത്മവിശ്വാസം UDFനുണ്ട്. പിന്നെ വികസനത്തെ സംബന്ധിച്ച് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു പ്രതിപക്ഷ MP ആയിട്ടാണ് ഹൈബി ഈഡൻ കഴിഞ്ഞ 5 വർഷം വർക്ക് ചെയ്തിട്ടുള്ളത്. അല്ല, അദ്ദേഹത്തിന് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ഇവിടെ ചെയ്തിട്ടുണ്ടെന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ പല MP-മാർക്കും മാതൃകയാകുന്ന രീതിയിലുള്ള CSR ഫണ്ട് അടക്കം കൊണ്ടുവന്നിട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഒരുപാട് പദ്ധതികൾ അദ്ദേഹം നടത്തി. സ്വന്തം കാഴ്ചപ്പാടിൽ കൊണ്ട് തന്നെ അദ്ദേഹം വ്യക്തമായ രീതിയിൽ ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കിയ ഒരുപാട് പദ്ധതികൾ നമുക്ക് എടുത്തു ചൂണ്ടിക്കാട്ടാം. ഇവിടെ CA വിഷയത്തിൽ MP എന്ന നിലയിൽ ഹൈബി ഈഡൻ ഇവിടെ ലോങ് മാർച്ച് നടത്തിയ വ്യക്തിയാണ്. മണിപ്പൂർ സന്ദർശിച്ച എത്ര MP-മാരുണ്ട്? ഹൈബി ഈഡൻ സന്ദർശിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ലൈവായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
അപ്പൊ വിഷയങ്ങളിൽ കൃത്യമായി ഇടപെടുകയും അതേപോലെ തന്നെ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. വളരെ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. മണിപ്പൂരിൽ എത്ര കേരളത്തിലെ എംപിമാർ സന്ദർശനം നടത്തിയിട്ടുണ്ട്? അത് അല്ല, പറയേണ്ടത് താങ്കൾ തന്നെയാണ്. ഞാൻ ഇവിടെ പരാമർശ കാരണം UDF എംപിമാരാണ് എല്ലാവരും. ഹൈബീഡൻ ചർച്ചാ വിഷയമാകുമ്പോൾ ഹൈബീഡിനെ പറ്റിയുള്ള കാര്യം ഞാനോട് സൂചിപ്പിക്കാൻ. ഞാൻ കോട്ടയത്ത് പോയപ്പോൾ നമ്മുടെ ചാഴികാടൻ അവിടുത്തെ LDF സ്ഥാനാർത്ഥി അവിടേക്ക് മണിപ്പൂർ പോയത് പറയുന്നത് കേട്ടു. ഇപ്പോൾ ഹൈബീഡൻ പോയെന്ന് പറഞ്ഞു. ബാക്കി ആരൊക്കെ പോയിട്ടുണ്ട്? ഹെൻറിക്ക് അറിയോ ആരുടെയെങ്കിലും പേര്? എല്ലാവരുടെയും പേര് ഞാൻ നോക്കിയിട്ടില്ല. 89% അറ്റൻഡൻസ് പാർലമെന്റിലുള്ള MP ആണ് ഹൈബി. ഹെൻറി വാസ് ഞാൻ വരാം. ഇവിടെ ശ്രീകൃഷ്ണദാസ്, നിങ്ങളെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ കേരളത്തിന് കിട്ടേണ്ടതും തരേണ്ടതുമായ കാര്യങ്ങൾ ആനുപാതികമായ ഒരു ഫെഡറൽ സംവിധാനത്തിനകത്ത് തരാത്ത, കേരളത്തെ ശ്വാസം മുട്ടിക്കുന്ന കേന്ദ്ര സർക്കാർ എന്ന നിരന്തര വിമർശനം നേരിടുന്ന മോദി സർക്കാർ, നിങ്ങൾ ഏത് ഗ്യാരണ്ടി പറഞ്ഞാലും നിങ്ങൾക്ക് ഇതുവരെ MLA യോ MP യോ തരാത്തതിൻ്റെ പേരിൽ നിങ്ങളിത് തരൂ എന്നിട്ടാകാം ആലോചന എന്ന മനോഭാവത്തോടുകൂടി നിൽക്കുന്ന ഒരു പാർട്ടിക്ക് എറണാകുളം അടക്കമുള്ള മണ്ഡലങ്ങളിൽ എങ്ങനെ ആളുകൾ വോട്ട് ചെയ്യും? അങ്ങനെ കേരളത്തിന് അർഹമായിട്ടുള്ളത് എന്തെങ്കിലും കേന്ദ്രം നിഷേധിച്ചു എന്നൊരു വാദം സംസ്ഥാന സർക്കാരിനില്ലല്ലോ. സംസ്ഥാന സർക്കാർ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ പറഞ്ഞത് കടം കിട്ടാനുണ്ട്, കടം കിട്ടാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്, ആ കടം ഞങ്ങൾക്ക് കിട്ടണം എന്നുള്ളതാണ്. അല്ലല്ല, അതിൽ സ്വാഭാവികമായും ഞാൻ കേരളത്തിന് കിട്ടാനുണ്ട് എന്ന് പറയുന്നത് 10ാം ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുലനം ചെയ്തുകൊണ്ട് 14ാം ധനകാര്യ കമ്മീഷനിലെ കണക്കുകൾ ചേർത്ത് വെച്ചുകൊണ്ട് നടത്തുന്ന ചില പ്രയോഗങ്ങൾ മാത്രമാണ്. പക്ഷേ സുപ്രീം കോടതി മുഖവിലക്കെടുത്തു, സുപ്രീം കോടതി ആശ്വാസപരമായി ഇടപെട്ടു, ഭരണഘടനാ ബെഞ്ചിന് ഗൗരവമായി വിഷയം ചർച്ച ചെയ്യാനായി അയച്ചു, ഹർജി തള്ളുകയല്ല ചെയ്തത്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. കേരളത്തിന് കടം കിട്ടാനുള്ള അർഹതയുണ്ട് എന്ന് പറഞ്ഞു സുപ്രീം കോടതി. ദൈനംദിന നിത്യ ചെലവുകൾക്ക് സർക്കാരിന് പണമില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു സംസ്ഥാനത്തിന് അങ്ങനെ ഒരു ഗതികേട് ഉണ്ടാകുന്നത് ശരിയല്ല, അതുകൊണ്ട് നിങ്ങൾ പരിഗണിക്കണമെന്ന് പറഞ്ഞു. കേന്ദ്ര ഗവൺമെൻറ്റിന് അതിൻ്റെ എക്സ്ഗ്രീഷ്യ എമൗണ്ട് എന്നുള്ള നിലക്ക് എത്ര കൊടുക്കാൻ പറ്റുമെന്നുള്ളതിനെ സംബന്ധിച്ച് പരിഗണിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 13,605 കേന്ദ്ര സർക്കാരിന് വഴങ്ങേണ്ടി വന്നു. കാരണം കേന്ദ്രം അതിന് സന്നദ്ധം ആയിരുന്നില്ല. ഹർജി പിൻവലിച്ചാൽ ആലോചിക്കാം എന്നിവരെ പറയുന്ന നിലയിലാണ് കേരളത്തോട് സമീപിച്ചത്. കേരളത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വികസനം, അതിലൊരു മുടക്കവും വന്നിട്ടില്ല. കേരളത്തിലേക്കുള്ള മെട്രോ റെയിൽ അടക്കമുള്ള വികസന പദ്ധതികളിൽ കേന്ദ്രം കൊടുക്കേണ്ട പണമടക്കം കൊടുത്തുകൊണ്ട് അത് നടപ്പാക്കാൻ പറ്റുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ധനപ്രശ്നത്തിൽ നിങ്ങൾ ഒന്ന് ഒബ്ജക്ട് ചെയ്തുകൊണ്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ ഈ BJPയുടെ പ്രതിനിധികൾ ഇത്തരത്തിലുള്ള പൊതുസംവാദങ്ങളിലെല്ലാം വന്ന് പച്ചയായി തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഈ കേരളത്തിന് കിട്ടിക്കൊണ്ടിരുന്ന നികുതി വിഹിതം പകുതിയാക്കി വെട്ടിക്കുറച്ചത് സുപ്രീം കോടതി ഗൗരവത്തിൽ പരിശോധിച്ചതിന് ശേഷമാണ് 16,830 കോടി രൂപ ഇത്ര ദിവസത്തിനുള്ളിൽ കൊടുക്കണമെന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പം 14ാം ധനകാര്യ കമ്മീഷനിൽ നിന്ന് കുറഞ്ഞു എന്ന് പറഞ്ഞു. കൃത്യമായി പറഞ്ഞാൽ 100 രൂപ കേന്ദ്രത്തിന് കിട്ടുമ്പോൾ 3 രൂപ 86 പൈസ കേരളത്തിന് തന്നുകൊണ്ടിരുന്നു. അത് 2 രൂപ 50 പൈസയായി കഴിഞ്ഞ ധനകാര്യ കമ്മീഷൻ വെട്ടിക്കുറച്ചു. ഈ തവണ അത് 1 രൂപ 14ാം ധനകാര്യ കമ്മീഷൻ കൃത്യമായി ഞാൻ പറയുന്നതിൽ ഏതെങ്കിലും വസ്തുതാപരമായ തെറ്റ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞാൽ ഞാൻ ഈ ചർച്ച അവസാനിപ്പിച്ചു. നുണ പറയരുത്, വന്ന് നുണ പറയുക, പച്ചയായ നുണ പറയുക, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ. 10ാം ധനകാര്യ കമ്മീഷൻ പ്രകാരം 100 രൂപ കേന്ദ്രത്തിന് കിട്ടിക്കഴിയുമ്പോൾ 3 രൂപ 86 പൈസ കേരളത്തിന് കിട്ടുമായിരുന്നു. 14ാം ധനകാര്യ കമ്മീഷൻ ആയപ്പോൾ 100 രൂപ കേന്ദ്രത്തിന് കിട്ടുമ്പോൾ അത് 2 രൂപ 50 പൈസയാക്കി വെട്ടിക്കുറച്ചു. ഈ 15ാം ധനകാര്യ കമ്മീഷൻ 2020 ശേഷം 100 രൂപ കേന്ദ്രത്തിന് കിട്ടുമ്പോൾ അത് 1 രൂപ 92 പൈസയായി വെട്ടിക്കുറച്ചു. അതായത് പകുതിയായി വെട്ടിക്കുറച്ച സാഹചര്യം ജനങ്ങൾക്ക് മുന്നിൽ കൃത്യമായി അവതരിപ്പിച്ചതാണ്. ജനങ്ങൾക്ക് ബോധ്യമുണ്ട്, സുപ്രീം കോടതിക്ക് ബോധ്യമുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് മാത്രം ബോധ്യമാകാത്തത് നുണ മാത്രം പ്രചരിപ്പിക്കുക. ഒന്ന്, കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഉപയോഗിച്ച് കേരളത്തെ അങ്ങ് തകർക്കാൻ എല്ലാ ശ്രമം. 2, ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് ഈ കേരളത്തിന്റെ എല്ലാ നേട്ടങ്ങളെയും നിയമസഭ പാസാക്കുന്ന ബില്ലുകളെയും തകർത്ത് തരിപ്പണമാക്കുന്നു. 3ാമതായി സാമ്പത്തിക ഫെഡറലിസത്തോടെ ഈ കേരളത്തിന് ഒന്നും തരാതെ പ്രളയകാലത്ത് വരെ ഈ കേരളത്തിന് തന്ന ആനുകൂല്യങ്ങളെല്ലാം നിങ്ങൾ തട്ടിത്തെറിപ്പിച്ചില്ലേ? വിദേശത്തുനിന്ന് കിട്ടിയ ആനുകൂല്യം മേടിക്കരുതെന്ന് പറഞ്ഞില്ലേ? കോവിഡ് വന്നപ്പോൾ PM KS ഫണ്ടിലേക്ക് സോമാലിയ എന്ന് വരെ നിങ്ങൾ എരന്ന് പണം വാങ്ങിച്ചില്ലേ? എന്തിനാ കേരളം എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇത്രയൊക്കെ അറപ്പ് തോന്നുന്നത്, വെറുപ്പ് തോന്നുന്നത്? അതുകൊണ്ട് ജനങ്ങൾ കൃത്യമായി പ്രതികരിക്കും, കേരളത്തിന് വേണ്ടി നിലകൊള്ളും. വളരെ ചുരുക്കം വാക്കുകൾ. ഈ ഫിനാൻസ് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കണക്കുകൾ വൈരുദ്ധ്യം 2 പേരുടെ ഭാഗത്തുണ്ട്. അതിൽ കൃത്യമായിട്ടുള്ള കാര്യം 10ാം ധനകാര്യ കമ്മീഷൻ അരുൺ പറഞ്ഞ പോലെ നമുക്ക് ഈ പറഞ്ഞ 3.5 രൂപ അടുത്ത് നമുക്ക് കിട്ടുന്നുണ്ട്, 3.86. പക്ഷേ 14ാം ധനകാര്യ കമ്മീഷനിലേക്ക് വരും. 13ാം ധനകാര്യ കമ്മീഷൻ നമുക്ക് കിട്ടുന്നത് 2.5 രൂപയാണ്, 2.5% ആണ്. 14 1.925 ആണ്. 14 2.5, 15ലാണ് 1.92. ഞാൻ പറഞ്ഞ 100% കറക്റ്റാണ്. അതിൽ നമുക്ക് തെറ്റ് വരുന്നില്ല. അപ്പോൾ ഈ 1.92% വരുമ്പോൾ അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ടോട്ടൽ ഫണ്ടിങ്
നമുക്ക് ലഭിച്ചിരിക്കുന്ന ടോട്ടൽ റവന്യൂവിൽ 2600 കോടിയുടെ കുറവേ ഉള്ളൂ. യഥാർത്ഥത്തിൽ കേരളം പറയുന്ന ഈ പ്രശ്നം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ആകെയും ഉണ്ട്, അതിലേക്കാണ് ഉന്നയിക്കുന്നത്. വരുന്നത്. മോദി സർക്കാരിന്റെ കർണാടക കാലം- പോയി കേസ് കൊടുത്തു. അതിലേക്കാണ് തമിഴ്നാട് പോയിട്ടുണ്ട്. കേരളത്തിന്റെ പുറകെ അതായത് മറ്റ് ഫിനാൻസ് സംസ്ഥാനങ്ങൾ സുപ്രീം കമ്മീഷന്റെ- കോടതി പോയി. രാജ്യം ഭരിക്കുന്ന ഒരു സർക്കാരിനെതിരെ ഒരു സംസ്ഥാനം സുപ്രീം കോടതിയിലേക്ക് ഒരു ഹർജി കൊടുക്കുകയാണ്. ഈ ഹർജി തള്ളിയിരുന്നെങ്കിൽ ഒരു ഈ നിലപാടും അരുണിന്റെ ഉണ്ടായിട്ടില്ല. പാർട്ടിക്കോ പിണറായി സർക്കാരിനോ ഈ നാട്ടിൽ ജീവിക്കാൻ ആ കഴിയുമായിരുന്നു. നിങ്ങൾ ഹർജി- രണ്ടുപേരും കൂടി ഹർജിയിൽ ഒരു അവരെ നിവൃത്തി ഉണ്ടായിട്ടില്ല. ഏറെ നിർത്തില്ലായിരുന്നു. ആ ഹർജിയിൽ സുപ്രീം കോടതി പണം ഹർജി മുടക്കി തള്ളിയില്ല എന്ന് വക്കീലന്മാർക്ക് പൈസ മാത്രമല്ല കൊടുത്താൽ ഒരു നിവൃത്തി ഉണ്ടായിട്ടില്ല. കേന്ദ്രത്തിന്റെ ഏറ്റവും വലിയ വാദം കേരളത്തിലേക്ക് കടം എന്തായിരുന്നു? വാങ്ങിയ കേരളത്തിന്റെ അത്രയേ ധനകാര്യ മാനേജ്മെന്റിന്റെ പരാജയമാണ്. അല്ല, സുപ്രീം ഒന്നുമില്ല. കോടതി അംഗീകരിച്ചില്ല. ഒന്നുമില്ല ശരത്തെ. പകരം അതുകൊണ്ട് ഒരു കൊടുക്കാൻ ഗുണവും- പറഞ്ഞു. അതുകൊണ്ട് ഒരു ഗുണവും കേരളത്തിലുണ്ടായിട്ടില്ല. സംസ്ഥാന സർക്കാരിന് തൽക്കാലത്തേക്ക് കടം വാങ്ങാൻ കഴിഞ്ഞു. സർക്കാരിന് കടം വാങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതല്ലാതെ ഒരു ഗുണവും സംസ്ഥാന കടം സർക്കാരിന് എന്ന് പറയുന്നത് ഉണ്ടായിട്ടില്ല. ഫെഡറൽ സംവിധാനത്തിലെ അത്രയേ സാമ്പത്തിക ഫെഡറലിസത്തിലെ അവകാശമാണെന്ന്, അല്ലാതെ ഔദാര്യമൊന്നും അല്ല ആരുടെയും. യെസ്, എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, പൗരത്വ ഭേദഗതി നിയമം നിങ്ങളുടെ പ്രകടന പത്രികയില്ല. രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല, ഒരിടത്തും പറഞ്ഞിട്ടില്ല. മല്ലികാർജ്ജുന ഖാർഗെയോട് ചോദിച്ചപ്പോൾ ഇതുവരെയായിട്ടും ഉറക്കം കഴിഞ്ഞിട്ടില്ല. വ്യക്തിപരമായിട്ട് ഈ പറയുന്ന ഹെൻറി റോസ് എന്ന പഴയ നേതാവിൻ്റെ നിലവാരത്തിൽ നിന്നുകൊണ്ട് താങ്കൾ വ്യക്തിപരമായിട്ട് ഇതിനൊരു അഭിപ്രായം പറയാൻ പറ്റും? 2 ദിവസം മുമ്പ് ആലപ്പുഴയിൽ ക്യാമ്പയിൻ ചെയ്യാനായിട്ട് മഹാരാഷ്ട്രയിൽ നിന്നുള്ള രാജ്യസഭ എം പി ഇമ്രാൻ പ്രതാപ് ഖറി, അദ്ദേഹം AICCയുടെ ന്യൂനപക്ഷ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചെയർമാനാണ്. നോർത്ത് ഇന്ത്യയിൽ അദ്ദേഹം 63 റാലികളാണ് കോൺഗ്രസ് സംഘടിപ്പിച്ച 63 റാലികളിൽ. ഈ അവിടെ സംഘടിപ്പിക്കുന്ന റാലിയൊക്കെ CPM അല്ലല്ലോ സംഘടിപ്പിക്കുന്നത്, കോൺഗ്രസ് ആണ് ഒറ്റ ചോദ്യമല്ലേ സംഘടിപ്പിക്കുന്നത്. ഉള്ളൂ, നിങ്ങളുടെ അപ്പോൾ ഞാൻ- നിലപാട് എന്താണ്? അത് മാത്രമല്ല, രണ്ടാമത്തെ റാലി- പറയട്ടെ, ഞാൻ പറഞ്ഞു കഴിയാം. പ്രകടന പത്രികയിൽ അതിലേക്ക് വരട്ടെ. ചേർത്തിട്ടില്ല. അതിന് സാർ ചേട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അത് ചേർക്കാൻ എനിക്കൊരു കാര്യം മടിയെന്താ? ഞാനൊരു കാര്യം തിരിച്ചു ചോദിക്കാം. നേരത്തെ ഇവിടെ കൊടിയുടെ കാര്യം കൊടിയുടെ പരാമർശിച്ചു. കാര്യം ശരിയല്ലേ? നേരത്തെ പാകിസ്ഥാന്റെ കൊടിയുടെ കാര്യം കൊടിയാണെന്ന് നമ്മൾ പരാമർശിച്ചല്ലോ. അടിച്ച് മാറ്റിവെച്ചില്ലേ? ഇത് ആരുടെ അജണ്ടയാണ്? അപ്പൊ അതുകൊണ്ട് തന്നെ ആരുടെ അജണ്ട? CAA ചർച്ച ചെയ്യപ്പെടണമെന്നും കൊടി ചർച്ച ചെയ്യപ്പെടണമെന്നും ആരുടെ അജണ്ടയാണ്? നിങ്ങൾക്ക് അതിനകത്ത് കഴിഞ്ഞ തവണ ഈ രാജ്യത്തെ ജനങ്ങളുടെ അജണ്ടയാണ്. കഴിഞ്ഞ തവണ വയനാടുള്ള പച്ചക്കൊടിയുടെ ചർച്ചയാണ് ഉണ്ടാക്കിയത്. എന്ന് വെച്ചാൽ CAA ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണോ? ജനങ്ങളുടെ ആശങ്കയാണ് മിസ്റ്റർ, ജനങ്ങളുടെ ആശങ്ക. ജനങ്ങളുടെ ആശങ്ക. കോൺഗ്രസിന്റെ DNA എന്ന് പറയുന്നത് തന്നെ സെക്യുലറിസമാണ്. അതിൽ യാതൊരു സംശയവുമില്ല. VD സതീശൻ പറഞ്ഞു കോൺഗ്രസിന്റെ പ്രകടന പത്രികയുടെ 8ാം പേജിലുണ്ട് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കുമെന്ന്. 8ാം പേജും ആ മൊത്തമുള്ള 22ാം പേജ് 25ാം പേജൊക്കെ പലതവണ വായിച്ചിട്ടും പൗരത്വ ഭേദഗതി നിയമം എന്നൊരു വാക്ക് കോൺഗ്രസിന്റെ പ്രകടന പത്രികയിലില്ല. ഹൃദയത്തിൽ ഹൈബി എന്ന് പറഞ്ഞ് ഹൈബി ഇറക്കിയ ആ പുസ്തകത്തിലുമില്ല. ഹൈബി ഒരു ലോങ് മാർച്ച് നടത്തി എന്ന് പറഞ്ഞാൽ ലോങ് മാർച്ച് ഈ കേരളത്തിൽ ആരും കണ്ടിട്ടില്ല. പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് കോൺഗ്രസിന്റെ പ്രകടന പത്രിക പറഞ്ഞില്ല, ഹൈബിയുടെ പ്രകടന പത്രികയിലില്ല, ഒരിടത്തുമില്ല. ഒരു പേജ് എടുത്ത് കാണിക്ക്. നിങ്ങൾ ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് കാര്യമില്ല. നിങ്ങൾ ഇതുവരെ 8 നോട്ടീസ് ഇറക്കി. 8 നോട്ടീസിൽ ഏതെങ്കിലും ഒരു നോട്ടീസിൽ CAA എന്നൊരു വാക്ക് കോൺഗ്രസ് കാണിച്ചു തന്നാൽ ഈ പരിപാടി ഇവിടെ നിർത്താം. DK ശിവകുമാർ വന്ന് മട്ടാഞ്ചേരിയിൽ എന്നാണ്? ലോങ് മാർച്ച് താങ്കൾ കണ്ടിൽ എന്നാണ് സുഹൃത്തെ? 4.5 വർഷം മുമ്പാണ് പൗരത്വ ഭേദഗതി നിയമം അവതരിപ്പിച്ചത്. ഡിസംബർ മാസം 10ാം തീയതി ലോകസഭ, 11ാം തീയതി രാജ്യസഭ, 12ാം തീയതി രാഷ്ട്രപതി ഒപ്പിട്ടു. അതിനുശേഷം 4.5 കൊല്ലം ഈ നിയമം ഉറങ്ങുകയായിരുന്നു. ചട്ടം വന്നത് തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ വരുന്നതിന് 5 ദിവസം മുമ്പ്. അതിനുശേഷം കോൺഗ്രസ് ഈ കേരളത്തിൽ ഒരു തരത്തിലുള്ള ഒരു നോട്ടീസിലും പൗരത്വ ഭേദഗതി നിയമം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇല്ലായ്മ ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല. മല്ലികാർജ്ജുൻ ഖാർഗെ ഉറങ്ങാൻ പോയിട്ട് 15 ദിവസമായി. ഇവിടെ ഹൃദയത്തിൽ ഹൈബി ഇറങ്ങിയിട്ട് 10-15 ദിവസമായി. ഒരു വാക്ക് ഉച്ചരിച്ചിട്ടില്ല. VD സതീശൻ പറഞ്ഞു 8ാം പേജിലുണ്ടെന്ന്. എത്ര പരിധി നോക്കി ഉണ്ടെങ്കിൽ കാണിക്കൂ. പ്രകടന പത്രിക കോൺഗ്രസ് അരുൺ ഇവിടെ CAA മാത്രം ചർച്ച ചെയ്യുള്ളൂ. കാരണം അത് മാത്രമേ ചർച്ച ചെയ്യാനുള്ളൂ. എല്ലാം ചർച്ച ചെയ്യും. ഏത് വിഷയവും ചർച്ച ചെയ്യും. പെർഫോമൻസ് ഈ സംസ്ഥാന സർക്കാരിന്റെ പ്രകടനത്തെ പറ്റി പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? നിങ്ങൾ CAA പറഞ്ഞുകൊണ്ടിരിക്കല്ലേ? ഇവിടെ ഈ സംസ്ഥാനത്ത് എന്താ നടക്കുന്നത്? ആദ്യമായിട്ട് കൃഷ്ണ സാർ ഒരു കാര്യം ക്ലിയറാക്കി തരിക. ഈ 10 വർഷം മുമ്പ് വരെ താങ്കളുടെ ഉന്നമനത്തിന് വേണ്ടി പല രീതിയിലുള്ള സഹായങ്ങൾ പലയിടത്തു നിന്നും കിട്ടിയിട്ടുണ്ട്. അന്നൊക്കെ ഇവിടെ ഭരിച്ചിരുന്ന സർക്കാർ ഏതായിരുന്നു, അല്ലെങ്കിൽ ഭരണം ഏതായിരുന്നു? അതിനെ നിഷേധിക്കാൻ, അടിസ്ഥാനത്തെ നിഷേധിക്കാൻ താങ്കൾക്ക് സാധിക്കുമോ? നമ്മുടെ രാജ്യത്ത് 7 IITകളാണ് ഈ സർക്കാർ വന്നതിന് ശേഷം ഉണ്ടായത്. 15 എയിംസ് ആണ് ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളുമായി ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടായത്. 16 IIMTകൾ, അതുപോലെ തന്നെ 315 യൂണിവേഴ്സിറ്റികൾ, മെഡിക്കൽ കോളേജുകൾ 315, 390 യൂണിവേഴ്സിറ്റികൾ. ഈ തരത്തിൽ പ്രകടന പത്രികയിൽ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം ഒന്ന് പറയാമോ? ഞാനിത് പ്രകടന പത്രികയിൽ പറഞ്ഞ ഏതെങ്കിലും നടപ്പാക്കി? അല്ല, അതിന് മുമ്പുള്ള കാലത്തിന്റെ രാജ്യത്തിന്റെ അല്ലല്ല, ഞാൻ അതിന് മുൻപുള്ള കാലത്തേക്കാ വരുന്നെന്ന്. ഞാൻ അതിന് മുൻപുള്ള കാലത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൂട്ടിയത് കൂടി അദ്ദേഹം രാജ്യത്ത് വിലക്കയറ്റം വർദ്ധിച്ചു. മറ്റൊന്ന്, ഈ രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒരു പൈസ പോലും കൊടുക്കാതെ അക്കൗണ്ട് തുടങ്ങാനുള്ള സാഹചര്യം ജൻധൻ അക്കൗണ്ട് വഴി ആർക്കാ കിട്ടാത്തത്? പിന്നെ 8 കോടിയിലധികം ആളുകൾക്കാണ് സൗജന്യമായി ഗ്യാസ് കണക്ഷൻ കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. ഗ്യാസ് സബ്സിഡിയുടെ സ്ഥിതി എന്താ? ഇപ്പോ
അത് എല്ലായിടവും ചെല്ലുമ്പോൾ ആളുകൾ ശരത്തെ, ചോദിക്കുന്നുണ്ട് ഒരു സബ്സിഡിയും ശരത്തെ, കിട്ടുന്നില്ല. ഞാനൊന്ന് തിരിച്ചു ചോദിക്കട്ടെ. അങ്ങക്ക് തിരിച്ചു ചോദിച്ചാൽ സബ്സിഡി അല്ല, ആവില്ല. അല്ലല്ല. അല്ലല്ല, ഈ ഉജാലയുടെ കണക്കൊന്ന് പറയുന്നതല്ല. അല്ല 2014-ലും 19 എന്താ പറഞ്ഞേ? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഒരു വർഷം 2 കോടി പുതിയ തൊഴിലവസരം സൃഷ്ടിക്കും. എത്രയാ 10 കൊടുത്തിട്ടുള്ളത്? വർഷമായി 20 കഴിഞ്ഞ കോടി ഓരോ പുതിയ വർഷവും തൊഴിലവസരം. 2 മാസം ഒന്ന് കൂടുമ്പോൾ കേൾക്കണം. 1,00,000 ആളുകൾക്ക് appointment കൊടുത്തത്. 20 കോടി 1,00,000 പുതിയ തൊഴിലവസരം ആളുകൾക്ക് സൃഷ്ടിക്കേണ്ട ഓരോ സമയം വർഷം കഴിഞ്ഞു. appointment കൊടുത്തത്. ഞങ്ങൾ അധികാരത്തിലുള്ള 15 ലക്ഷം രൂപ വീതം ഓരോ ഈ ഇന്ത്യക്കാരനും രാജ്യത്തെ 8 സ്വിസ് ബാങ്കിൽ നിന്ന് കൊണ്ടുവരും. ആളുകൾക്ക് ആർക്കെങ്കിലും മുദ്ര കിട്ടിയോ? കൊടുത്തത്. ആർക്കെങ്കിലും 15 ലക്ഷം രൂപ നിങ്ങളുടെ ആളുകൾക്ക് അക്കൗണ്ടിലേക്ക് വന്നോ? മുദ്ര കൊടുത്തത്. സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കും. എല്ലാ കാർഷിക ഗ്യാസിന്റെ ഉൽപ്പന്നങ്ങൾക്ക് സബ്സിഡി കിട്ടുന്നില്ല. താങ്ങുവില. പിന്നെ 15 50 രൂപയിൽ താഴെ പെട്രോള്, 50 രൂപയിൽ താഴെ ഡീസൽ. ഒന്ന് സുഹൃത്തുക്കളെ, ആർക്കെങ്കിലും 50 രൂപയ്ക്ക് പെട്രോളോ ഡീസലോ ഇവിടെ കിട്ടുന്നുണ്ടോ? ഒന്ന് അല്ല, ആലോചിച്ച് നോക്ക്. കേരളത്തിൽ എത്ര ഗ്യാസ് സെസ്? ഇവിടെ അധികാരത്തിൽ വന്നപ്പോൾ 400 രൂപയായിരുന്നു. പെട്രോളിന്റെ സെസ് എത്ര ഗ്യാസ്. കേരളത്തിൽ? കേരളത്തിൽ ആ, അടി- ഗ്യാസ് 2 രൂപ, additional 400 2 രൂപയായിരുന്നു. രൂപ. ഇപ്പൊ 1000-ലധികം കൊടുക്കണം. additional 2 രൂപ നിങ്ങൾ സെസ് ചെയ്ത, ആൾക്കാരാ. എന്ത് നിങ്ങൾ പറയാൻ പറഞ്ഞ വേണ്ടിയിട്ടാ? പ്രകടന എന്തിനു പത്രികയിലെ വേണ്ടിയിട്ടാ? ഏതെങ്കിലും ഒരു കാര്യം ഈ അല്ല, എന്ത് കാര്യത്തിനാ ഒച്ചപ്പാടെടുക്കാതെ കേരള ഗവൺമെന്റ് സെസ് 2014-ലെയും 19-ലെയും പ്രകടന പത്രികയിലെ ഏതെങ്കിലും ഒരു കാര്യം നടപ്പാക്കി എന്ന് പറ. കൃഷ്ണദാസ് പറഞ്ഞു ഉജാല നടപ്പാക്കാത്ത പദ്ധതി. കാര്യങ്ങളാ ഇപ്പൊ അല്ല, ഈ ചൂണ്ടിക്കാട്ടിയത്. കൃഷ്ണദാസ് പറഞ്ഞതുകൊണ്ട് പറയാണ് ഉജാല പദ്ധതിയിൽ 8 കോടി ആളുകൾ സൗജന്യ ഗ്യാസ് കൊടുക്കാനായിട്ടുള്ള സ്കീം പ്രഖ്യാപിച്ചു. ഇന്നത്തെ അതിന്റെ സ്ഥിതി എന്താ? 8 കോടി പേര് കണക്ഷൻ എടുത്തിട്ട് ഇന്ന് ശരാശരി 6 കോടി ആളുകൾ 3 സിലിണ്ടർ പോലും വാങ്ങിക്കുന്നില്ല. 2 കോടി ആളുകൾ ഒറ്റ സിലിണ്ടർ പോലും വാങ്ങിക്കുന്നില്ല. 90 ലക്ഷം പേര് 90 ലക്ഷം പേര് സിലിണ്ടർ. എന്താ കാരണം അറിയോ? ആദ്യം സൗജന്യമായിട്ട് സിലിണ്ടർ കൊടുക്കാന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു നിങ്ങൾ വാങ്ങിക്കുന്ന സബ്സിഡി തരാന്ന് പറഞ്ഞു. BPL ആളുകൾക്ക് കാശ് കൊടുത്ത് 1000 രൂപ കൊടുത്ത് എങ്ങനെ സിലിണ്ടർ വാങ്ങിച്ചിട്ട് സബ്സിഡി വാങ്ങിക്കാനാ? അതുകൊണ്ട് ആ പദ്ധതി ഫ്ലോപ്പ് ആയത്. ശരി, BJP അധികാരത്തിൽ ഏർക്കുമ്പോൾ ഗ്യാസിന് 450 രൂപയുടെ ഗ്യാസാണ്. ഇന്നിപ്പോൾ എത്രയിലാണ് നിൽക്കണത്? 870. എന്നിട്ട് പറഞ്ഞ് നമ്മളെല്ലാം സൗജന്യമായിട്ട് ഉപേക്ഷിക്കാനാ പറഞ്ഞത് സബ്സിഡി. എന്ത് 2013 ഒരു എന്റെ ചേട്ടാ, സാധാരണക്കാരന്റെ ഇതൊക്കെ വരുമാനം ഇലക്ട്രോൺ കൊണ്ട് എത്രയാണ്? മേടിക്കാനുള്ള ഒരു അല്ല, നമ്പർ. സാധാരണക്കാരന്റെ വരുമാനം 10,000 കോടി 2013 മേടിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്പർ. പെട്രോളിന് 50 രൂപ പെട്രോൾ കൊടുക്കുന്ന സുരേന്ദ്രൻ പറഞ്ഞത്. എന്നിട്ട് എന്തായി? 50 രൂപ, 1/2 ലിറ്റർ പെട്രോളിന് 50 കിട്ടൂല്ലാത്ത സ്ഥിതിയിലേക്ക് വന്നു. പിന്നെ നിങ്ങളെല്ലാം ED-നെ ഉപയോഗിച്ച് പേടിപ്പിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ സുരേന്ദ്രൻ കുഴൽപ്പണം കടത്തിന്ന് പറഞ്ഞ കേസ് കള്ളക്കടത്ത് നടത്തിയവർ പേടിക്കണം ED-യെ. കൊടകര കുഴൽപ്പണ കേസിൽ ഒന്നുമില്ലെന്നേ. എന്തുകൊണ്ട് ED വന്നില്ല? അതിലേക്കാണ് അദ്ദേഹം പോകുന്നത്. കുഴൽപ്പണ കേസിൽ എല്ലാ പ്രതികളും അറസ്റ്റിലാ. എല്ലാ പ്രതികളും അറസ്റ്റിലാ. ED അല്ലല്ലോ. അത് ED അല്ലല്ലോ. കേരള പോലീസാ. അല്ലല്ല, ED അല്ലല്ലോ. എൻട്രി സാധനോടാണ് ആ. ഞാൻ കേന്ദ്ര ചോദിക്കട്ടെ. ഹൗസിനെ സഖാവാക്കി. ഞാൻ കുഴപ്പമില്ല, സഖാവ് എന്ന് പറഞ്ഞ friend എന്നല്ലേ എടുത്തോളൂ. ആരെയും വിളിക്കാം. ആരെയും വിളിക്കാം. കറക്റ്റാ. ഞാൻ ചോദിക്കണത്, കൃത്യമായ വിളിയാ. ഈ കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന വിവേചനെ കുറിച്ച് കുറച്ചൊക്കെ പറയുകയും ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, ഈ നമുക്ക് പ്രളയം വന്നപ്പോൾ ശരിക്കും ഗുണ്ടാപിരിവ് നടത്തണ പോലെയാണ് ഈ കേരള ഗവൺമെൻറ്റിനോട് ആ ഹെലികോപ്റ്റർ വാടക എടുത്തതും റേഷൻ്റെ ഇതും കുത്തിന് പിടിച്ച് വാങ്ങിയത്. എത്ര വാങ്ങിയെന്നല്ല, എത്ര രൂപ വാങ്ങി? കുത്തിന് പിടിച്ച് വാങ്ങി. 10 ലക്ഷം ചോദിച്ചു എന്നാ പറഞ്ഞ. അല്ല, ഈ കേന്ദ്ര ഗവൺമെൻറ് കാണിക്കുന്ന കാര്യത്തെക്കുറിച്ച് ബോധ്യമുണ്ടല്ലോ. എന്തുകൊണ്ട് കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന വിവേചനം ശരിയല്ല എന്നൊരു വാക്ക് 18 പേരിൽ ആരെങ്കിലും ഒരാൾ നട്ടൽ നിവർത്തിക്കൊണ്ട് പറഞ്ഞു തെറ്റാന്നുള്ളത്? ഞാൻ കേന്ദ്രത്തിന്റെ വളർച്ചയുടെ കാര്യം അദ്ദേഹം ചോദിച്ചായിരുന്നു. ഈ യഥാർത്ഥത്തിൽ എന്താണ് ഇന്ത്യയുടെ സ്ഥിതി? ഇന്ത്യയിൽ ഇപ്പോൾ അദ്ദേഹം വരുമാനത്തെ പറ്റി പറഞ്ഞു. 52% പേര് 30,000 രൂപയിൽ താഴെ വരുമാനമുള്ളവരാണ്. 20% പേർക്ക് 10,000 രൂപയിൽ താഴെയാണ് ഇന്ത്യയിൽ വരുമാനം. ആഗോള പട്ടിണി സൂചികയിൽ 137 രാജ്യങ്ങളിൽ 111-ാമതാണ് ഇന്ത്യ. അഴിമതി സൂചികയിൽ 93-ാം റാങ്കാണ് ഇന്ത്യ. ഇതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം. അതേപോലെ തന്നെ ഇവിടെ സാമ്പത്തിക വളർച്ചയെപ്പറ്റി വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ $3.7 ട്രില്യൺ എക്കോണമി ഇന്ത്യ 5ാമത്തെ സാമ്പത്തിക ശക്തിയെ വളർത്തിയെന്ന് പറയുന്നത്. മൻമോഹൻ സിംഗ് അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ 2014 $2 ട്രില്യൺ എക്കോണമിയാണ് ഇന്ത്യ. ഈ സാധാരണ ബാങ്കിൽ കൊണ്ട് നമ്മൾ വാശിട്ടാൽ 10 വർഷം കൊണ്ട് ഇരട്ടിയാവും. ഏത് ബാങ്കിലിട്ടാലും കണ്ട് 10 വർഷം കൊണ്ട് ഇരട്ടി ആയിട്ടില്ല. 2 ട്രില്യൺ 4 ട്രില്യൺ ആയി. ഇവർ ഭരിച്ചപ്പോൾ ഇത് 3.7 ട്രില്യൺ കുറഞ്ഞു എന്നാണ് യാഥാർത്ഥ്യം. ഇന്നത്തെ നമ്മൾ സംസ്ഥാന സർക്കാരിന്റെ കടബാധ്യത ചർച്ച ചെയ്യുന്ന പോലെ തന്നെ കേന്ദ്രത്തിന്റെ കടം ചർച്ച ചെയ്യണ്ടേ? കേന്ദ്രത്തിന്റെ കടം എത്രയാ? 205 ലക്ഷം കോടി രൂപയാണ് കടം. 2014 ഒരു അധികാരത്തിൽ വരുമ്പോൾ 53 ലക്ഷം കോടിയാണ് കടം. 3 ഇരട്ടിയാണ് വർധനവ്. ഇന്ന് GDP-യുടെ 58% കടബാധ്യതയുള്ള രാജ്യമാണ് ഇന്ത്യ. 10 ലക്ഷം കോടിയാണ്. 10 ലക്ഷം കോടി ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. കേന്ദ്രത്തിന്റെ പിന്നെ ഇവിടെ നിന്ന് പോയ UDF MP-മാർ എന്ത് ചെയ്തു എന്നുള്ളതിന് ഞാൻ അതിനെപ്പറ്റി വളരെ കൃത്യമായിട്ട് ഒരു 5 ഇൻസ്റ്റൻസ് പറയാം. 5 തവണ പാർലമെന്റിൽ നമ്മുടെ പ്രതിപക്ഷ MP-മാർ സസ്പെൻഡ് ആയിട്ടുണ്ട്. 5 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. പറഞ്ഞുതരാം. മഹാരാഷ്ട്രയിലെ ഇലക്ഷനെ തുടർന്ന് കേരളത്തിനെതിരായ വിവേചനം എന്ന വിഷയത്തിൽ
കേരളത്തിൽ നിന്ന് പോയ UDF എംപിമാർ എന്തുകൊണ്ട് ആ വിഷയത്തിൽ കേരളത്തിനൊപ്പം നിന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഡൽഹിയിൽ സംസ്ഥാന സർക്കാർ സമരം നടത്താനായിട്ട് ആദ്യം പ്രതിപക്ഷമായിട്ട് ചർച്ച നടത്തി. അതിനുശേഷം അദ്ദേഹം ഏകപക്ഷീയമായിട്ട് ഒരു ഡേറ്റ് പ്രഖ്യാപിച്ചു. കൂടിയാലോചനയില്ലാതാണ് ഡേറ്റ് പ്രഖ്യാപിച്ചത്. 2, ഇവിടെ ഇത് പറയുമ്പോൾ നമ്മൾ പറയാതിരുന്നിട്ട് കാര്യമില്ല. സാമ്പത്തിക കാര്യങ്ങളിൽ കൃഷ്ണദാസ് പറഞ്ഞാൽ ചില വസ്തുതകളുണ്ട്. ഇവിടെ ഒരു കെടുകാര്യസ്ഥതയും അതായത് 5 വർഷമായിട്ട് ഒന്നും മിണ്ടിയിട്ടില്ല എന്നാ ചുരുക്കം. 5 വർഷമായിട്ട് ഞാനത് പറഞ്ഞോട്ടെ. ഏതെങ്കിലും ഒരു സംഭവത്തിൽ ഈ കേരളത്തിന് വേണ്ടി നിങ്ങൾ ഇടപെട്ടെന്ന് പറഞ്ഞു. കഴിഞ്ഞ 5 വർഷമായി ഈ കേരളത്തിന് വേണ്ടി 18 എംപിമാർ എന്താണ് ചെയ്തതെന്ന് ഒറ്റ ചോദ്യമാണ്. ഈ രാഹുൽ ഗാന്ധിനെ അയോഗ്യനാക്കി. അപ്പോൾ സോണിയാഗാന്ധി പറഞ്ഞു ഒറ്റ കോൺഗ്രസ് എംപിമാരും ഡൽഹി വിട്ട് പോരുത്, നമുക്ക് സമരം നടത്തണം എന്ന് പറഞ്ഞു. ഏറ്റവും ആദ്യം വിമാനം പിടിച്ച് നെടുമ്പാശ്ശേരി വന്ന് ഇറങ്ങിയ ആളുടെ പേരാണ് ഹൈബി ഈഡൻ MP. ഒന്ന് ആലോചിച്ചോ, ഒറ്റ കോൺഗ്രസ്സുകാർ അന്നേരം പോലും നിന്നില്ല. അത് സ്വന്തം നേതാവ് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി നിൽക്കാത്തവർ കേരളത്തിന് വേണ്ടി നിൽക്കുമോ? ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയം കളിച്ചു. എത്ര ഹർജി പോയി സമരം നടത്തി, പ്രക്ഷോഭം നടത്തി. ഒരു വാക്ക് ഈ കേരളത്തിന് വേണ്ടി പറഞ്ഞോ? കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളെ ദുരുപയോഗം ചെയ്തു. ഇന്നെന്താ രാഹുൽ ഗാന്ധി പറഞ്ഞേ? രാഹുൽ ഗാന്ധി പിണറായിയെ പിടിക്കാത്തതെന്നാ. ഒന്ന് ആലോചിച്ച് നോക്കിയ വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്തേക്ക് കോൺഗ്രസിന് ഒരു നയം, കേരളത്തിൽ വേറൊരു നയം, സാമ്പത്തിക ഫെഡറലിസം വേറെ നയം. ഇതാണ് കോൺഗ്രസ്. നിലപാടില്ലായ്മയെ നിന്റെ പേര് കോൺഗ്രസ് എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ വീണ്ടും വീണ്ടും വിശേഷിപ്പിക്കുന്ന സാഹചര്യം ഇതാണ്. നിങ്ങളൊന്ന് പുലിയാൻ പറയുമ്പോൾ കൊടി പോലും പിടിക്കാൻ പറ്റാത്ത ലീഗിന്റെ ഒരു ചെറുപ്പക്കാരൻ ഒരു പച്ചക്കൊടി ഉയർത്തിപ്പിടിച്ചപ്പോ അവന്റെ ചെവിക്ക് പിടിച്ച് പുറത്താക്കി UDF നേതാക്കന്മാര്. ഒരു പ്രസ്ഥാനത്തിന്റെ ഹൃദയമാണ് അതിന്റെ കൊടി. ആ കൊടി കോൺഗ്രസിന് പോലും പിടിക്കാൻ കഴിയുന്നില്ല. 140 കൊല്ലം പഴക്കമുണ്ട് കോൺഗ്രസിന്. ഈ കൊടി വടക്കൻ ദുരുപയോഗം ചെയ്യുമെന്നാ നിങ്ങളുടെ പേടി. അങ്ങനെ എന്റെ കൺസേൺ എന്ന് പറയുന്നത് ഇന്ത്യയുടെ നിലനിൽപ്പാണ്. ഒരു ജനാധിപത്യ മതേതര രാജ്യത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? ന്യൂനപക്ഷത്തിനെതിരായിട്ടുള്ള അതിക്രമങ്ങൾ, അതാണ് പ്രധാനമായിട്ട് നടക്കുന്നത്. ഇപ്പം മണിപ്പൂരിൽ നമ്മൾ കണ്ടു എത്ര കാലം സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരുമാണ് അവിടെ മരിച്ചു വീഴുന്നത്. ഒരു സിനിമാ നടൻ്റെ മകളെ കല്യാണത്തിന് ഗുരുവായൂർ വരാൻ പ്രധാനമന്ത്രിക്ക് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി മണിപ്പൂരിൽ പോയില്ല? എന്തിന്? ഇന്നലെ തെലുങ്കാനയിൽ എന്താ നടന്നത്? യൂണിഫോം ഇട്ട് വരണമെന്ന് പറഞ്ഞുകൊണ്ട് കാവി വസ്ത്രം ധരിച്ചു വന്ന കുട്ടികളോട് പ്രിൻസിപ്പൾ പറഞ്ഞു യൂണിഫോം ഇട്ട് വരണം. അതിനവിടെ കാട്ടിക്കൂട്ടിയ മദർ തെരേസയുടെ ഈ പ്രതിമയടക്കം തല്ലി തകർത്തില്ലേ നിങ്ങൾ? ഒരു അക്ഷരം മിണ്ടാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് ഈ രാജ്യത്തെ ജനങ്ങളെ കൊണ്ടുപോവുകയാണ്. പിന്നെ ഇവിടെ ഇരിക്കുന്ന സീനിയർ സിറ്റിസൻ്റെ കാര്യങ്ങളും കൂടെ പറഞ്ഞോട്ടെ. ഇന്ത്യൻ റെയിൽവേയിൽ സീനിയർ സിറ്റിസന് പകുതി പൈസയ്ക്ക് യാത്ര ചെയ്യാൻ വരുന്നു. ഞങ്ങൾക്ക് ആർക്കും പ്ലെയിനിൽ യാത്ര ചെയ്യാൻ കഴിയില്ല, സാമ്പത്തിക സ്ഥിതി ഇല്ല. അതിന് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ രണ്ട് ഗവൺമെൻറ്റിന് മുമ്പുണ്ടായിരുന്ന ഗവൺമെൻറ്റാണ് അത് നടപ്പിലാക്കിയത്. പാർലമെൻറ്റിൽ മോഡി പറഞ്ഞില്ലേ ഒരിക്കലും അത് തിരിച്ച് നടപ്പാക്കില്ല എന്ന്. പൊതുമേഖല മുഴുവൻ വിട്ടഴിക്കാൻ നോക്കുകയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ സ്ഥിതി. അതിനെതിരായിട്ടുള്ള യുദ്ധമാണ്, ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പ്. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിക്കാനായിട്ടുള്ളത്. NCERT പാഠപുസ്തക പരിഷ്കരണം എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികളുടെ പാഠഭാഗങ്ങൾ വെട്ടിമുറിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനഭാരം കുറയ്ക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ടോപ്പിക്സ് നിങ്ങൾ BJP സർക്കാർ മാറ്റുകയുണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്സ് സെക്യുലറിസം, ഡെമോക്രസി പോലുള്ള മുഗൾ രാജാക്കന്മാരുടെ ടോപ്പിക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെട്ടിമുറിക്കുകയുണ്ടായി. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുട്ടി, ഒരു 9ാം ക്ലാസ് +2 വരെ പഠിക്കുന്ന കുട്ടി ഒരു ഭരണഘടനയെക്കുറിച്ച് അറിയേണ്ട ഏറ്റവും മൗലികപരമായിട്ടുള്ള കാര്യങ്ങൾ വെട്ടിമുറിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയിട്ടുള്ളത്. അതിനെക്കുറിച്ച് എന്ത് നിലപാടാണ്, ഇല്ലെങ്കിൽ എന്താണ് BJP പ്രതിനിധിക്ക് പറയാനുള്ളത്? ഞങ്ങൾക്കൊക്കെ പ്രായമായി കുറച്ച് ഹെൽത്തിൻ്റെ ഒക്കെ പ്രോബ്ലംസ് വരുന്നുണ്ട്. ഇൻഷുറൻസ് ഇത് ഞങ്ങൾ ഇവിടെ ഈ മന്ത്രിസഭ വരുന്നതിന് മുമ്പ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 16,000 ഉറുപ്പികയായിരുന്നു ഒരു കൊല്ലം. അത് അടുത്ത കൊല്ലം 24,000 ഇപ്പം എത്രയാണെന്ന് അറിയില്ല, ഞാൻ നോക്കാറില്ല, കാരണം ഞങ്ങൾക്ക് അടയ്ക്കാൻ പറ്റാറില്ല. 50,000 കണ്ടാണെന്നാണ് ഞാൻ അറിഞ്ഞത്. എനിക്കറിയില്ല കേട്ടോ, ഇപ്പം അറിയില്ല. ഇതെന്താ വയസ്സന്മാർക്ക് BJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അനാവശ്യ വസ്തുവാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. വളരെ ഗൗരവമുള്ള പ്രശ്നങ്ങളാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഭരണഘടന അട്ടിമറിക്കുമോ എന്നുള്ളതാണ് മുമ്പ് വന്നതിന്റെ തുടർച്ചയിൽ. ഈ ഭരണഘടന അട്ടിമറിക്കുമോ എന്ന് വെച്ചാൽ ഭരണഘടന ഓൾറെഡി അട്ടിമറിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ 1500 കൊല്ലമായിട്ട് ഇവിടെ സംവരണമുണ്ട്. ആ സംവരണം മാറിയിട്ട് ആ സംവരണം നിലനിന്നുകൊണ്ട് വന്നത് ഒരു 30 കൊല്ലമായിട്ടുള്ളൂ.
ഇപ്പൊ തിരിച്ച് വീണ്ടും ഭരണഘടന അട്ടിമറിച്ചുകൊണ്ട് സംവരണം വന്നേക്കാണ്. നിങ്ങൾ ഭരണഘടന തിരിച്ചു Yes, വെക്കുമോ അവരുടെ അതോ പ്രതികരണത്തിലേക്ക് ഭരണഘടന അട്ടിമറിക്കുമോ Okay. എന്നുള്ളതാണ് ചോദ്യം. അതാ, അതുമായി ബന്ധപ്പെട്ടാണോ? യെസ്. ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കണോ, ഈ രാജ്യം തന്നെ നിലനിൽക്കണോ എന്നുള്ളതാണ് പ്രധാന പോയിന്റ്. പിന്നെ BJP പ്രതിനിധിയോട് ഇപ്പോൾ 2 ദിവസം മുമ്പ് സംഭവിച്ചാണ് ഈ ദൂരദർശൻ്റെ ഒരു എംബ്ലം ഉണ്ടായി. അതെങ്കിലും ശബ്ദത്തോടുകൂടിയൊക്കെ വരുമായിരുന്നു. അതിൽ ത്രിവർണ്ണ പതാകയുടെ കളറൊക്കെ ആയിരുന്നു. ഇപ്പം അത് കാവ്യാക്കി. അപ്പോൾ ഇത് ഈ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴത്തേക്ക് കഥയൊക്കെ മാറോ എന്നുള്ളൊരു ചോദ്യം ദേശീയ പതാകയും കാവ്യാവുമോ എന്നാണ് സംശയം. ഇന്ത്യയുടെ പേര് ഈ ഹിന്ദുത്വവാദികളെ പ്രതിദാനം ചെയ്യുന്ന ഹിന്ദുസ്ഥാൻ വേണമെന്ന് വാദിച്ചവരുണ്ട്. പല പേരും പറഞ്ഞവരുണ്ട്. അതൊക്കെ വോട്ടിനിട്ട് തള്ളുക ചെയ്തത്. ചോദ്യങ്ങളെല്ലാം എനിക്കെതിരെ ആയതുകൊണ്ട് നമുക്ക് ചർച്ച ചെയ്യാം. ഞാൻ എന്റെ ഭാഗം ഭംഗിയായിട്ട് പഠിച്ചിട്ട് തന്നെ വന്നേക്കണം. മടക്കി തോർത്ത് വെച്ചാൽ മതി. പിന്നെ ഒരു കാര്യം ചോദിച്ചോടെ നമ്മുടെ കോൺഗ്രസിനോട്, നമ്മുടെ ഈ എസ്.എൻ. ജംഗ്ഷനിലെ പാലം അതുമായി ബന്ധപ്പെട്ട മറ്റേ ഇത് അപ്രോച്ച് റോഡൊക്കെ ഞാൻ നിരവധി പരാതികളുമായിട്ട് ഞാൻ പോയ ആളാണ്. അവസാനം ഇത് NH-ൻ്റെയാണ്, കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ വരുന്ന റോഡാണ്. എത്ര കാലമായി അവിടെ കിടക്കണമെങ്കിൽ MP എന്താ മറുപടി പറഞ്ഞേ? MP ഒരു മറുപടിയും പറയല്ല. ഞങ്ങൾ പരാതി ചെയ്തോ? ഒന്നും ചെയ്തിട്ടില്ല. എത്ര വർഷമായി കിടക്കണേ? ഒരു വർഷം ഒരു വലിയ നിങ്ങൾ കൊടുത്ത പരാതി വെച്ച് NHA MP സമീപിച്ചോ? പോയി ഞങ്ങൾ മൂവാറ്റുപുഴ അതിൻ്റെ ഓഫീസ് പോയി ഒരുപാട് പരിശ്രമം നടത്തി. അതിൻ്റെ എല്ലാ കോപ്പിയും എൻ്റെ ഇരിപ്പുണ്ട്. ഒന്നും നടന്നില്ല. പിന്നെ ഒരു കാര്യം കൊണ്ട് പറഞ്ഞോട്ടെ, ഇവിടെ ഒരു സുഹൃത്ത് സൂചിപ്പിച്ചു, തമിഴ്നാട്ടിൽ രാജീവാന്തിൻ്റെ പടം വെച്ചല്ലേ എൻ്റെ രാഹുൽ ഗാന്ധി. അവിടെ സ്റ്റാലിൻ്റെ അപ്പുറം ഇപ്പുറം രണ്ടുപേരും നിൽക്കണേ. സ്റ്റാലിൻ്റെ ബലത്തിലാണ് നിൽക്കണത്, മനസ്സിലായില്ലേ? അല്ലാതെ കോൺഗ്രസിൻ്റെ ബലത്തിലൊന്നുമല്ല. ശരി, ഈ CAA ഇഷ്യൂ ആണോ ഇമ്പോർട്ടൻ്റ്, അതോ മണിപ്പൂർ ഇഷ്യൂ ആണോ ഇമ്പോർട്ടൻ്റ്? മണിപ്പൂർ ഇന്ന് തുടങ്ങിയ ഇഷ്യൂ അല്ലത്. അപ്പോൾ ആ ഇഷ്യൂ പൊക്കിക്കൊണ്ടാണോ നമുക്ക് മെയിനായിട്ടുള്ള ഇഷ്യൂവിൽ എന്തുകൊണ്ട് വരുന്നില്ല? നമ്മൾ അതൊക്കെ അല്ലയോ ആലോചിക്കണം. മണിപ്പൂരിൽ ആളുകൾ വല്ലാതെ വേട്ടയാടപ്പെട്ടോ, കഷ്ടപ്പെട്ടോ, മാനഭംഗപ്പെടുത്തിയോ സ്ത്രീകളെ? ഇഷ്യൂ ആണ്. ഇതൊക്കെ സംഭവിച്ചോ? ഇതൊക്കെ സംഭവിച്ചു. ഞാൻ എൻ്റെ ചരിത്രമല്ല ചോദിച്ചത്. അല്ല, അതിൽ ഞാൻ തർക്കിച്ചില്ല. എൻ്റെ ചോദ്യം ഇപ്പൊ ഇതൊക്കെ കേട്ടാ സാറിന് മാത്രം ഇതെല്ലാം അറിയൂ, ബാക്കി ആർക്കും ഒന്നും അറിയില്ല എന്നുള്ള മട്ട. അങ്ങനെ പറയരുത്. സാറിന്റെ അഭിപ്രായം അത് ഞാൻ മാനിച്ചു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന് ഒന്ന് ആഡ് ഓൺ ചെയ്തോട്ടെ. എന്തോ ആ ഇഷ്യൂ നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു, കലാപകലുഷിതമായ അന്തരീക്ഷം. ശരത്തെ, അദ്ദേഹം പറഞ്ഞ പോയിന്റിൽ ഒരു കാര്യം അടിയാണുള്ളത്. മണിപ്പൂർ നടന്നത് വംശീയ കലാപമാണെന്നാണ് പ്രധാനമന്ത്രി പറയുന്നത്. BJPയുടെ നിലപാടാണ്. അവിടെ 2 വിഭാഗങ്ങൾ തമ്മിലുള്ള കലാപം നടക്കുമ്പോൾ ഒരു വിഭാഗത്തിന്, അത് പ്രിഡോമിനൻ്റ്ലി ക്രിസ്ത്യൻ ഫെയ്ത്ത് ഉള്ള ഒരു വിഭാഗത്തിന്റെ 250ഓളം കെട്ടിടങ്ങളാണ് അവിടെ തകർക്കപ്പെട്ടത്. അത് മാത്രമല്ല, ഒരു വിഭാഗം ഉപയോഗിച്ച ആയുധങ്ങൾ അത് സർക്കാർ ഡിപ്പോയിൽ നിന്നുള്ള ആയുധങ്ങളാണ്. സ്നൈപ്പർ റൈഫിൾസ് അടക്കമുള്ള ആർമമെന്റ്സ്, അവിടെ ഉപയോഗിച്ച ആർമമെന്റ്സ് സർക്കാരിന്റെ പ്രിന്റുള്ള സർക്കാർ ഡിപ്പോയിൽ നിന്നുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമണം കൂടെ നടന്നിരിക്കുന്നത്. അങ്ങനെ സർക്കാരിന്റെ സപ്പോർട്ടില്ലാതെ നടക്കുമോ? അപ്പോൾ ഒരു വിഭാഗത്തിന് വ്യക്തമായിട്ട് ഗവൺമെന്റ് സപ്പോർട്ടോടുകൂടി ഒരു പ്രോഗ്രാമായിട്ട് കൃത്യമായ അജണ്ടയോടുകൂടി നടപ്പിലാക്കിയ ഒരു കലാപമാണ് മണിപ്പൂരിലേത്. കൃഷ്ണദാസ്, ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ന്യൂനപക്ഷങ്ങൾ, അത് ക്രൈസ്തവരാകട്ടെ മുസ്ലിം ആകട്ടെ എന്നുള്ളവരിലേക്കൊക്കെ, അതുപോലെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ, ഇതെല്ലാം അതിലേക്ക് ഞാൻ വരാം. നമ്മുടെ ഭരണഘടന നിലവിൽ വന്നതിന് ശേഷം 103 തവണയാണത് അമെൻമെൻറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത് നാളിതുവരെ. ആ 103 തവണ അമെൻമെൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതിൽ 86 തവണയും കോൺഗ്രസ്സുകാരുടെ ഭരണകാലത്താണ് ഭരണഘടന അമെൻമെൻറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഏത് ഭരണഘടനാ ഭേദഗതിയാണ് ഈ രാജ്യത്തുണ്ടായിട്ടുള്ളത്? ഒന്നും ഉണ്ടായിട്ടില്ല. മറ്റൊന്ന്, വിദ്യാർത്ഥി ചോദിച്ച ചോദ്യം NCERTയുടെ പാഠപുസ്തകങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തെ സംബന്ധിച്ച്, നമ്മുടെ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തെ സംബന്ധിച്ച് പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ സിലബസിൽ ഉൾപ്പെടുത്തുന്നതിൽ എന്താ തെറ്റുള്ളത്? അത് ഒരു കാലഘട്ടത്തിൽ മാത്രം ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിൽ ഭരണം നടത്തിയ, അധിനിവേശം നടത്തിയിട്ടുള്ള ആളുകളുടെ ചരിത്രം മാത്രം പഠിച്ച് നമ്മളെല്ലാം ചരിത്ര വിദ്യാർത്ഥികളാവണമെന്ന് എന്തിനാ വാശി പിടിക്കുന്നത്? ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം ചരിത്രമാണോ? ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം വരെ കടത്തി മാറ്റി. നുണ പറയുന്നതിന് ഒരു അറുതി വേണമല്ലോ. ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം വരെ വെട്ടിമാറ്റി. ഒരു നുണയും പറഞ്ഞിട്ടില്ല. നിങ്ങൾ എന്തിനാ നുണ പറയുന്നത്? അല്ലല്ല, മഹാത്മാഗാന്ധി MP ഇല്ല, MLA ഇല്ല എന്ന് വെച്ചാൽ അങ്ങനെ വഴങ്ങി തരുന്ന ആളല്ല. അങ്ങനെ വഴങ്ങി തരുന്ന ആളല്ല ഞാൻ. അങ്ങനെ വഴങ്ങി തരുന്ന ആളല്ലേ? അങ്ങനെ നടക്കില്ല. മണിപ്പൂരിലേക്ക് വരാം. ഒരു തെറ്റിദ്ധാരണയില്ല. ഞാൻ മണിപ്പൂരിലേക്ക് വരാം. മണിപ്പൂരിൽ
1993 നടന്നിട്ടുള്ള കലാപം, ആ കലാപത്തെ എന്താ മറന്നുപോയത്? കഴിഞ്ഞ 8 മാസമായി പ്രധാനമന്ത്രി മിണ്ടിയോ മണിപ്പൂരിനെ കുറിച്ച്? അതാണ് ചർച്ച ചെയ്യുന്നത്. എന്തേ പ്രധാനമന്ത്രിക്ക് മണിപ്പൂരിനെ കുറിച്ച് എന്തേ മണിപ്പൂർ കൃഷ്ണദാസ് തന്നെ പ്രതിരോധത്തിലാണ്. എന്തുകൊണ്ടാണെന്നറിയോ? 93 ഇത്രമേൽ ആളുകൾ കൊല്ലപ്പെട്ട അപകടകരമായ ഒരു അവസ്ഥയുണ്ടെന്ന് നിങ്ങൾ വാദിക്കുമ്പോൾ അങ്ങനെ മണിപ്പൂരിൽ ഒരു അപകടകരമായ സ്ഥിതി പോയാൽ അത് നിയന്ത്രിക്കേണ്ടതാരാണ്? അവിടെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പരാജയപ്പെട്ടു. അവിടെ പ്രധാനമന്ത്രി അതാണ് പരാജയം. ഇപ്പോഴും 60,000 പേർ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ, അഭയാർത്ഥി ക്യാമ്പുകളിൽ, ഇംഫാൽ താഴ്വരയിൽ നിന്ന് കുക്കി വിഭാഗത്തിൽപ്പെട്ട ക്രൈസ്തവർ പലായനം ചെയ്തു. അതാണ് അമിത്ഷായുടെ പരാജയം. അതിൽ ഇടപെടാതെ നിന്നുള്ളതാണ് മോദിയുടെ വിമർശിക്കപ്പെട്ട. അദ്ദേഹം എന്നോട് ചോദിച്ചല്ലോ, ഞാൻ ഒറ്റ കാര്യം കൂടി പറയാം. മണിപ്പൂർ കേരളത്തിൽ എത്ര തവണ വന്നു നരേന്ദ്രമോദി? മണിപ്പൂരിൽ പോയോ? മുഖ്യമന്ത്രി അടക്കം 12 രാഷ്ട്രീയ കക്ഷികളുടെ എന്റെ ചോദ്യങ്ങൾ നിങ്ങൾ ഭയപ്പെടുക. ഞാൻ ചോദിക്കട്ടെ, 12 പ്രതിപക്ഷ കക്ഷികളുടെ നേതാക്കന്മാർ മുൻ BJP മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ വന്ന് ഡൽഹിയിൽ വന്ന് താമസിച്ചിട്ട് ഒരു ചോദ്യങ്ങളെ പ്രധാനമന്ത്രിയെ കാണണമെന്ന് പറഞ്ഞിട്ട് 12 ദിവസം താമസിച്ചു. ഈ സമയത്തല്ല, മണിപ്പൂരിൽ കോൺഗ്രസുകാരുടെ ഭരണകാലത്ത് 24 കലാപങ്ങൾ നടന്നിട്ടുണ്ട്. ദില്ലിയിൽ വന്ന് 12 ദിവസം താമസിച്ചിട്ടും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കാണാൻ അനുമതി അവർ കൊടുത്തില്ല. ആ സമയത്ത് 15 ദിവസം കർണാടകത്തിൽ വന്ന് ക്യാമ്പയിൻ നടത്തി. 15 ദിവസം കർണാടകത്തിൽ വന്ന് BJPക്ക് വേണ്ടി ക്യാമ്പയിൻ നടത്തി. USA പോയി, ഫ്രാൻസിൽ പോയി, ജപ്പാനിൽ പോയി. പക്ഷേ മണിപ്പൂരിൽ മാത്രം പ്രധാനമന്ത്രി പോയി. അത് പറയുമ്പോൾ താങ്കൾക്ക് എന്താ ബുദ്ധിമുട്ട്? താങ്കൾക്ക് എന്താ അത്ര ബുദ്ധിമുട്ട്? ഇവിടെ പരാജയപ്പെട്ടു മാത്രമല്ല, മണിപ്പൂരിനെ ആ വിധത്തിൽ മതപരമായി വിഭജിക്കുന്നതിലേക്ക് നിങ്ങളുടെ അജണ്ട, ഗുജറാത്ത് അജണ്ട കൃത്യമായി നടപ്പാക്കി. അതാണ് കേരളം ചർച്ച ചെയ്യുന്നത്. മണിപ്പൂർ മാത്രമല്ല, ന്യൂനപക്ഷങ്ങളുടെ ആശങ്ക എന്ന് പറയുന്നത് മണിപ്പൂരിൽ ഒതുങ്ങുന്നതല്ല. ഈ മോദിയുടെ 10 വർഷത്തിന്റെ ഭരണത്തിൽ മണിപ്പൂരിൽ കോൺഗ്രസിന് 48 സീറ്റ്, 2017 വന്നപ്പോൾ അത് 28 സീറ്റായി. അന്ന് ആ കിട്ടിയ ഭൂരിപക്ഷത്തെയും കൊണ്ട് BJPയിലേക്ക് പോയി. BJP മുഖ്യമന്ത്രിയായി മാറിയാളാണ് ബീരേൻ സിംഗ്. ആ ബീരേൻ സിംഗ് അവിടെ ഭരിക്കുമ്പോഴാണ് മണിപ്പൂർ കലാപവും അത് പിന്നീട് വംശഹത്യയുമായി മാറിയത്. കോൺഗ്രസ് എവിടെയാണ് വഴിതെറ്റിപ്പോയത്? അവിടെയാണ് BJP വിഭജനത്തിന്റെ രാഷ്ട്രീയം കളിക്കുന്നത്. കേരളത്തിന് പാഠമാണ് മണിപ്പൂർ. ആണോ? മണിപ്പൂർ പാഠമാണോ കേരളത്തിന്? 3 ആഭ്യന്തര ശത്രു, ഒന്നാമത് ഇസ്ലാം, രണ്ടാമത് ക്രിസ്ത്യാനി, മൂന്നാമത് കമ്മ്യൂണിസ്റ്റ്. ഇത് മൂന്നും ഇല്ലാതാക്കിയാൽ തങ്ങൾ വിഭാവനം ചെയ്യുന്ന ഫാസിസ്റ്റ് രാജ്യം വരും. അതിന് വേണ്ടിയിട്ടുള്ള അജണ്ടയുമായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു. നിങ്ങൾ ചോദ്യങ്ങളെ ഭയപ്പെടുകയാണ്. ബിൽക്കീസ് ബാനുവിന്റെ കേസിലെ മുഴുവൻ പ്രതികളെയും രക്ഷിച്ചു വിട്ടു. കാശ്മീരിനെ ഇതേ ചോദ്യങ്ങളെ വരെ ഭയപ്പെടുകയാണ്. ഞാൻ ചോദിക്കുന്നു, നീ പറയട്ടെ, മണിപ്പൂരിൽ പ്രധാനമന്ത്രി പോയോ എന്ന ചോദ്യം ഇവിടെ ചോദിച്ചു. മണിപ്പൂരിനെ കുറിച്ച് പ്രധാനമന്ത്രി ഒരു അക്ഷരം ഉരിയാടിയോ എന്ന് ചോദിച്ചു. ആകെ 27 സെക്കൻഡ് മാത്രമാണ് പറഞ്ഞത്. പാവപ്പെട്ട പെൺകുട്ടികളെ നഗ്നരാക്കി പരേഡ് നടത്തിയപ്പോൾ അതിന്റെ ദൃശ്യങ്ങൾ ലോകത്താകമാനം പ്രചരിച്ചപ്പോൾ രാജ്യത്തിന് നാണക്കേടുണ്ടായി എന്ന വാക്കല്ലാതെ കഴിഞ്ഞ 8 മാസമായി പ്രധാനമന്ത്രി മിണ്ടിയിട്ടില്ല. ബിൽക്കീസ് ബാനുവിന്റെ കേസിലെ പ്രതികളെ മുഴുവൻ രക്ഷിച്ചു വിട്ടു. അതുപോലെ എത്രയോ കേസുകൾ അടുത്ത കാലത്തുണ്ടായി. ഇതിനോട് നിങ്ങൾക്ക് ഉത്തരമില്ല. നിങ്ങൾ ചോദ്യങ്ങളെ ഭയപ്പെടുകയാണ്. അല്ല, ഞാൻ തിരിച്ചു ചോദിക്കട്ടെ. സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ 10-15 പേർ ചേർന്ന് കൊലപ്പെടുത്തിയതിന് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ പെൺകുട്ടികളെ മാസപ്പടി വിവാഹത്തെ സംബന്ധിച്ച് എന്താ മുഖ്യമന്ത്രിയുടെ അഭിപ്രായം? ഒന്നുമില്ലല്ലോ. അന്വേഷണം നടക്കട്ടെ എന്നല്ലേ അദ്ദേഹം പറഞ്ഞത്. ഞാൻ പറയാം 3 ചോദ്യം. ഒന്ന്, സിദ്ധാർത്ഥന്റെ കേസ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ CBI ആണ് അന്വേഷിക്കുന്നത്. വാളയാർ കേസ് CBI ആണ് അന്വേഷിക്കുന്നത്. എന്ത് റിപ്പോർട്ടും ഫയൽ ചെയ്യട്ടെ. FSIO ആണ് വാസപ്പടി കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതും നിങ്ങളുടെ ഏജൻസിയാ. നിങ്ങളുടെ ഏജൻസി കഴിഞ്ഞ 7 വർഷമായി 10 ഇൻവെസ്റ്റിഗേഷൻ നടത്തി. ഏത്? ലാവ്ലിൻ, സ്വർണ്ണക്കള്ളക്കടത്ത്, ബിരിയാണി ചെമ്പ്, ഖുറാന്റെ ഉള്ളിൽ സ്വർണം വെച്ചു എന്ന് പറഞ്ഞ്, അതുപോലെ ഈന്തപ്പഴന്റെ കുരു എന്ന രൂപത്തിൽ സ്വർണം വെച്ചു എന്ന് പറഞ്ഞ് ലാവ്ലിൻ, അതുപോലെ കരുവന്നൂർ കേസ്, അതുപോലെ ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വടക്കാഞ്ചേരി കേസ്, ഇപ്പൊ ആദായ നികുതി വകുപ്പിനെ കുറിച്ച്, അതുപോലെ ED, കസ്റ്റംസ്, CBI എന്ത് കണ്ടുപിടിച്ചു 7 വർഷത്തിനുള്ളിൽ LDF സർക്കാരിനെതിരെ? എല്ലാ ഇൻവെസ്റ്റിഗേഷൻ തകർത്ത് തരിപ്പണായി മാറിയില്ലേ? ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് വെറും ഒരു കുറച്ച് ഏതെങ്കിലും പാർട്ടികൾക്ക് കുറച്ച് കാശ് കൊടുത്തു എന്നുള്ളത് മാത്രമല്ല, അത്
ഏറ്റവും വലിയ അഴിമതിയാണ്. അതായത് BJP അധികാരത്തിൽ വന്നപ്പോൾ അഴിമതിയുടെ ഗുണഭോക്താക്കൾ ആരൊക്കെ? കേരള തെരഞ്ഞെടുപ്പിൽ അത് ചർച്ചയാണോ? തീർച്ചയായിട്ടും ആണോ? തീർച്ചയായിട്ടും. ആരൊക്കെയാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ? ഇലക്ട്രൽ ബോണ്ടിന്റെ ഗുണഭോക്താക്കൾ ആരാണ്? ഗുണഭോക്താക്കൾ മാത്രമല്ല, ഈ ഇലക്ട്രൽ ബോണ്ടിൽ ഈ 6000 കോടി 3000 കോടി വാങ്ങിയതല്ല. അതായത് ഓരോ കമ്പനിക്കാരിൽ നിന്നും 2 വർഷം മുമ്പ് തുടങ്ങിയ കമ്പനിക്കാർ വരെ ക്ലിയർ കാശ് കൊടുത്ത്, അപ്പോൾ അതിൽ നിന്ന് അത് ഏറ്റവും വലിയ അഴിമതിയാണ്. അതായത് സുഹൃത്ത് ഇലക്ട്രൽ ബോണ്ടിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഈ ചർച്ചയിലേക്ക് ഇട്ടു, അതങ്ങ് എടുത്തു. ഇലക്ട്രൽ ബോണ്ടിങ് എടുക്കുക. അതെ, BJP പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത്. മണിപ്പൂർ നമ്മുടെ സഹോദരിമാരെ റോഡിലൂടെ നഗ്നമായി നടത്തി 10 ദിവസം ആഭ്യന്തരമന്ത്രി അവിടെ ഇരുന്ന് കാഴ്ച കണ്ട് രസിക്കുകയായിരുന്നു. അതിനൊരു മറുപടി പറഞ്ഞു. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് വീണ്ടും ചോദിക്കാനുള്ളത്, വീണ്ടും ആണോ ചോദിക്കുന്നത്? ചോദിക്കാനുള്ളത് BJP പ്രതിനിധികളും കോൺഗ്രസ് ആളോടാണ്. ഇത് രണ്ടും ഒന്നാണ്, ചോദിച്ചോളൂ. രണ്ടുപേരോട് ചോദിക്കാനുള്ളത്. സിവിൽ സർവീസ് രംഗത്തെ കുറിച്ചാണ് ചോദിക്കുന്നത്. സിവിൽ രംഗത്ത് വാജ്പേയി ഗവൺമെന്റ് നടപ്പാക്കിയ പങ്കാളിത്ത പെൻഷൻ പദ്ധതി എന്ന മണ്ടൻ തീരുമാനം, അത് UDF ഗവൺമെൻറ്റാണ് അത് കേരളത്തിൽ നടപ്പാക്കിയത്. ഇത് രണ്ടും തെറ്റായ തീരുമാനമായിരുന്നോ? തെറ്റാണെങ്കിൽ ഇത് വീണ്ടും നിങ്ങൾ പുനഃപരിശോധിക്കും. അതരുണിനോടാ ചോദ്യം. എനിക്ക് കോൺഗ്രസ് പ്രതിനിധിയോട് ഒരു ചോദ്യമാണ്. ഈ തെരഞ്ഞെടുക്കപ്പെട്ട 18 MPമാരും കേരളത്തിൻ്റെ ഒട്ടേറെ വികസനങ്ങളെ തുരങ്കം വയ്ക്കാനായിട്ട് നിങ്ങൾ പലവട്ടം ഒന്നിച്ചിട്ടുണ്ട്. അതായത് റെയിലായിക്കോട്ടെ, കാക്കനാടുക്കുള്ള മെട്രോ ആയിക്കോട്ടെ, അങ്ങനെയുള്ളത്. നിങ്ങൾ 18 പേര് ഒന്നിച്ച് കേരളത്തിന് ഇന്ന ആവശ്യം വേണം എന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യം ഒന്ന് ശ്രദ്ധപ്പെടുത്താവോ? ഒന്നുമില്ല. എനിക്കൊരു ചോദ്യം. നമ്മളൊരു ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര സർക്കാർ നടത്തുന്ന അവരുടെ ബഡ്ജറ്ററി അലൊക്കേഷൻസ് ഉള്ള ആ ഉദ്ദേശ ലക്ഷ്യങ്ങളുള്ള ഫണ്ടുകൾ അതാത് പ്രദേശങ്ങളിൽ വികസന ആവശ്യത്തിനായിട്ട് കൊണ്ടുവരാനായിട്ടുള്ള ചാലകശക്തികളായിട്ട് പ്രവർത്തിക്കുന്നതാണ് MPമാരെന്ന് പറയുന്നത്. കേന്ദ്ര പദ്ധതികൾ എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി ഒറ്റക്കല്ല 540 സ്ഥലങ്ങളിലും വികസനം നടത്തുന്നത്. രണ്ട് തവണ ലോകസഭയിൽ എണീറ്റു ഹൈബീഡൻ. ഒന്ന് കേരളയിൽ വേണ്ടെന്ന് പറയാം, രണ്ട് SFI നിരോധിക്കണമെന്ന് പറയാം. ഈ രണ്ട് കാര്യത്തിന് എണീറ്റുന്നുള്ളൂ. KSRTC സ്റ്റാൻഡിന്റെ വികസനം അങ്ങനെ കേരളത്തിന്റെ ഒരു പൊതുവായ ആവശ്യത്തിന് വേണ്ടി UDF MPമാർ ഏതെങ്കിലും ഒരു ഉദാഹരണമാണ് ഹെൻറി. 166 റോഡുകൾ കേരളയിൽ വേണ്ടെന്ന് പറഞ്ഞ് എണീറ്റ് നിന്നു, സമരം നടത്തി. അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹം പറയാൻ ഉത്തരം പറയാം. അതിനു മുമ്പ് സമൂഹത്തിന് വിടാം. അദ്ദേഹം ചോദിച്ചൊരു എറണാകുളത്ത് MPയുടെ കണക്കുകൾ പരിശോധിച്ചോളൂ. 166 റോഡുകൾ MP ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുണ്ട്. താങ്കളുടെ റോഡ് ചെയ്തിട്ടുണ്ടാവില്ല, അത് ശരിയായിരിക്കാം. പക്ഷേ 166 റോഡ് BJPയോടും കോൺഗ്രസിനോടുള്ള ചോദ്യമാണ്. കേട്ടോയില്ല എനിക്കറിയാം. ഈ തെലങ്കാനയിൽ ഈ മദർ തെരേസയുടെ പ്രതിമ തകർത്തൽ നിങ്ങളുടെ രണ്ടുപേരുടെ നിലപാട് എന്താണെന്ന് ഒന്നത്? ഞാനൊന്ന് പറഞ്ഞോളൂ. ഈ വിഷയത്തില് അതൊന്ന് മറുപടി പറഞ്ഞോട്ടെ. ന്യൂനപക്ഷ വിഷയത്തിൽ മണിപ്പൂർ മാത്രമല്ല വിഷയം. ന്യൂനപക്ഷങ്ങൾക്ക് കഴിഞ്ഞ 10 വർഷത്തിൽ ഈ സർക്കാരിൻ്റെ കീഴിൽ ജനാധിപത്യപരമായിട്ട് നമ്മുടെ ഭരണഘടനാപരമായി ലഭിക്കേണ്ട സംരക്ഷണം ലഭിക്കുന്നില്ല എന്നുള്ള വലിയ ആശങ്കയുണ്ട്. ഭരണഘടനയ്ക്ക് വലിയ വെല്ലുവിളിയുണ്ട്, നമുക്കെല്ലാവർക്കും അറിയാം. മതേതരത്തിന് വലിയ വെല്ലുവിളി. 2014 അദ്ദേഹം നരേന്ദ്രമോദി അധികാരത്തിലെത്തുമ്പോൾ 190 വയലന്റ് ഇൻസിഡൻസസ് ആണ് മതന്യൂനപക്ഷങ്ങൾക്കെതിരെ ഉണ്ടായതെങ്കിൽ ഇപ്പോൾ ഈ വർഷത്തെ കണക്കെന്ന് പറഞ്ഞാൽ 740 ആണ്. ആ സ്കൂൾ ആക്രമിച്ച് തെലങ്കാനയിലാണ്. തെലങ്കാന ഭരിക്കുന്ന കോൺഗ്രസ് ആണ്. ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കേണ്ട കോൺഗ്രസ് അത് എടുക്കുന്നുണ്ടോ എന്നതാണ് ഏറ്റവും ശക്തമായിട്ടുള്ള പ്രശ്നം. ഭരണഘടനാ ഭേദഗതികൾ അനുസ്യൂതം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗവൺമെന്റാണ്, ഈ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്. 5 തവണ നടത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി. എന്ത് വേണമെങ്കിലും ഞാൻ 5 തവണ നടത്തിയിട്ടുള്ളൂ. ഞാൻ പ്രകോപിതനാവില്ല. ഞാൻ അത്രയും കൂടി ഇല്ല. ഞാനത് കണ്ടു. പക്ഷെ വേറൊരു കാര്യം, ഈ മാലേഗാവ് സ്ഫോടനം സംബന്ധിച്ച് നിങ്ങൾ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ വാളയാർ സിദ്ധാർത്ഥൻ്റെ കാര്യവും പറഞ്ഞു. ഈ വാളയാറിലെ പ്രശ്നത്തിക്കാലം ഒരു അമ്പലത്തിലിട്ട്, UP ഒരു അമ്പലത്തിലിട്ട് ചുള്ളിക്കമ്പൊടിക്കാൻ പോയ, കാട്ടിലേക്ക് പോയ ആദിവാസി കുച്ചിനെ കൊന്നതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് മാങ്ങാത്തിൽ ചെയ്ത്? നിങ്ങൾ എന്നിട്ടാണ് വർത്തമാനം പറയണത്. ഇത് കേരളമാണ് മനുഷ്യ. നിങ്ങളുടെ അഭ്യാസമൊന്നും ഇവിടെ ഓടില്ല. എനിക്കത് പറയാം, അതിനെക്കുറിച്ച് പറയാം. അല്ലാണ്ട് നിങ്ങളെന്താണ്? അല്ല, ഇത്തവണ പ്രധാനമന്ത്രി അടക്കം വന്നു, ഒരുപാട് സീറ്റ് കിട്ടുമെന്നാണല്ലോ BJP പറയുന്നത്. അത് ചിലപ്പോൾ കിട്ടിയെന്നൊക്കെ വരാം. അത് നമുക്ക് പറയാമല്ലോ. മണ്ടന്മാരാണ് കുറേ പേരുണ്ടല്ലോ. മണ്ടന്മാരുമായിട്ടുള്ള ഒരാൾക്കാർ അതെല്ലാം അമ്പലം എടോ രാജരാജ ചോളനും കരിങ്കാല ചോളനും ഒക്കെയാണ് അമ്പലം പണിതിട്ടുള്ളത്. അമ്പലം പണിതിട്ട് അവിടെ പ്രാണപ്രതിഷ്ഠ നടത്താനൊന്നും പോയില്ല. അന്നത്തെ ഒരു പദ്ധതി അതാണ്.
ഇന്ന് നമ്മുടെ രാജ്യത്തിന് ആവശ്യം അതല്ല. ഈ രാജ്യത്തിന് ജീവിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് മങ്ങത്തിൽ കാണിക്കണം. ഇന്നും വലിയ പരസ്യമുണ്ടല്ലോ, ധാര പറ്റിക്കാനാണ്. നിങ്ങൾ അടുത്ത 29 ഇലക്ഷൻ ഉണ്ടാവുമോ? ഒന്ന് പറയും. ആ ചോദ്യത്തിന് ഉത്തരം അത് രാജ്യം പിന്നാലെ നൽകേണ്ടത് കൂടിയാണ്. നമുക്ക് ഇവരിലേക്ക് പോകാം. ശ്രീകൃഷ്ണദാസ്, ഈ ചോദ്യങ്ങൾ എൻ്റെ ആദ്യത്തെ ചോദ്യത്തിലേക്കാണ് ഈ ഉത്തരങ്ങളെല്ലാം അല്ലെങ്കിൽ ഇവരുടെ എല്ലാം പ്രതികരണം എത്തി നിൽക്കുന്നത്. ഈ കേരളത്തിൽ നിന്നാണ് നിങ്ങൾ വോട്ട് വാങ്ങിച്ച് അക്കൗണ്ട് തുറക്കും, ജയിക്കുമെന്നൊക്കെ വിശ്വസിക്കുന്നത്. നെഹ്റുവിൻ്റെ ഞാൻ ഞാൻ എൻ്റെ ഭാഗം ഞാൻ പറഞ്ഞോളാം. BJP വലിയ ജനാധിപത്യ വിരുദ്ധ പാർട്ടിയാണ് എന്നാണല്ലോ പരസ്യമായി എല്ലാവരും ഞങ്ങളെ വിമർശിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. 2014 ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഭൂരിപക്ഷം, അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് വോട്ട്, അതിൽ നിന്ന് കൂടുന്നതല്ലാതെ 2019 കുറയുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഇനി 2024 എന്താണ് എന്നുള്ളത് നമുക്ക് ജൂൺ 4 തീയതി കഴിയുമ്പോൾ ഞാനതാ പറഞ്ഞത്. ഞങ്ങൾ 1984 82 കേരളത്തിൽ BJP എത്ര സീറ്റ്? 20 സീറ്റിലും നിങ്ങൾ മൂന്നാമതാണ്. 20 സീറ്റിലും നിങ്ങൾ മൂന്നാമതാണ്. ഒരു സംശയം വേണ്ട. മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്. BJPയുടെ കാൽക്കുലേഷൻ സംബന്ധിച്ച് രാജ്യത്തെ ജനാധിപത്യ ഗവൺമെന്റിനെ പിന്തുണക്കാൻ വേണ്ടിയിട്ടുള്ള കൺസിഡറബിൾ ആയിട്ടുള്ള നമ്പർ കേരളത്തിൽ നിന്ന് ഇത്തവണ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ശരത്തിന് വേണ്ട. നമുക്ക് ഇനി ഈ വേദി ഇവിടെ ജൂൺ 4 ശേഷം നമുക്ക് ഈ വേദി ഇവിടെ ഇടാം. ഞങ്ങൾക്ക് ഇത്തവണ 400-ലധികം സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഈ വേദി നമുക്ക് ഇവിടെ വീണ്ടും ഇടാം. നമുക്ക് ഈ മണിപ്പൂരിന് ശേഷവും ഭരണഘടനാ ഭേദഗതിക്ക് ശേഷവും CAA-ക്ക് ശേഷവും നമുക്ക് ഇവിടെ തന്നെ വേദി ഇടാമെന്നേ. ജൂൺ 5 നമുക്ക് ഇവിടെ വേദി ഇടാം. മനസ്സിലാവുമല്ലോ. കാരണം ഇന്ത്യ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് 0. 2 0 ചേർന്നാലും 2 അക്കമാണ്. കേരളത്തിലെങ്കിലും അവർക്ക് അതായത് നിരവധിയായ വിഷയങ്ങളുടെ ഉയർന്നു പോലത്തെ നിരവധി പ്രശ്നങ്ങളുണ്ട്. അതായത് ന്യൂനപക്ഷങ്ങളുടെ ആശങ്കയുണ്ട്, ഭരണഘടനാ സംരക്ഷണമുണ്ട്, ദേശീയ തലത്തിലെ വിലക്കയറ്റത്തിൻ്റെ പ്രശ്നമുണ്ട്. ഇതെല്ലാം ഇലക്ട്രൽ ബോണ്ടിൻ്റെ അഴിമതിയുടേതായ ഒരു സ്ഥലം, ഇതെല്ലാം ചർച്ച ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ പൗരത്വ പ്രശ്നം, മണിപ്പൂർ, ഇതെല്ലാം ചർച്ച ചെയ്യുമ്പോഴും ഒരു പ്രധാന പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് വിമർശിക്കപ്പെടുന്ന നിലയിലാണ് കേരളത്തിൽ നിങ്ങളുടെ അവസ്ഥ. അത് നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റുകൾ നഷ്ടപ്പെടുത്തുന്നതിന് 2019 നിന്ന് താഴോട്ട് പോകുന്നതിന് ഈ തെരഞ്ഞെടുപ്പിൽ ഇടവരില്ലേ കേരളത്തിൽ? ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മെച്ചപ്പെട്ട പെർഫോമൻസ് ആയിരിക്കും എന്നാണ് ഞങ്ങൾക്ക് പറഞ്ഞത്. കാരണം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒരുപാട് വിമർശിക്കാനുള്ള പോയിന്റുകളുണ്ട്. ഇവിടെ LDFന്റെ പ്രകടനപത്രിക എന്തായിരുന്നു? വിലക്കയറ്റം ഉണ്ടാകില്ല. എല്ലായിടത്തും DYF ബോർഡ് എഴുതി വെച്ചതാ. ഏതെങ്കിലും ഒരു ഐറ്റത്തിന് വിലക്കയറ്റം ഇല്ലാത്തൊന്ന് കാണിച്ചു തരാമോ? സപ്ലൈകോ ഞാൻ പറയട്ടെ, ഈ രാജ്യത്ത് 13 സാധനങ്ങള് സപ്ലൈകോ ഇന്നത്തെ അവസ്ഥ എന്താ? 3500 കോടി സർക്കാർ കൊടുക്കാനുണ്ട്. റേഷൻ കടയിൽ E-POS മെഷീൻ വർക്ക് ചെയ്യുന്നില്ല, റേഷൻ ഇല്ല. സാധാരണക്കാരന്റെ ഇപ്പൊ അതിന്റെ കൂടെ ഞാൻ കേന്ദ്രത്തിനെ കൂടി പറഞ്ഞേക്കാം. കർഷകരെ പറ്റി ഇവിടെ ഒരു കർഷകനെ പറ്റി പറഞ്ഞു. ഇതിലൊരു പ്രശ്നം എന്താ അറിയോ? ഈ സംവാദത്തിലെ ഒരാൾ പറയുന്നു റേഷൻ സംവിധാനം കേരളത്തിൽ താറുമാറായി സ്തംഭിച്ചു നിൽക്കുകയാണ്. കഴിഞ്ഞ തവണ അതിനൊരു മറുപടി ഞാൻ പറഞ്ഞെന്താ, റേഷനിലെ E-POS സംവിധാനം തകരാറിലായതിനെ തുടർന്ന് എത്ര തവണ റേഷൻ കേരളത്തിൽ മുടങ്ങിയെന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ലെന്ന് പറയാൻ പറ്റുമോ? മുടങ്ങിയിരിക്കുകയാണോ? ഇപ്പോഴും മുടങ്ങിയിട്ടുണ്ടോ? കഴിഞ്ഞ ആഴ്ച മുടങ്ങിയല്ലോ. മുടങ്ങിയല്ലോ. പരിഹാരം സമയത്തേക്ക് ബ്ലോക്ക് ഭൂരിഭാഗം ആളുകളും നിങ്ങൾ നുണപ്രചരണമായി കള്ളപ്രചരണമായി ഇറങ്ങി 7 കൊല്ലമായി ഏതെങ്കിലും ഒന്ന് തെളിയിച്ചിട്ടുണ്ടോ? അഴിമതി ആരോപണങ്ങളെല്ലാം എത്ര നാളായി ഉന്നയിക്കണോ? ഏതെങ്കിലും ഒന്ന് തെളിയിച്ചോ? നിങ്ങൾ ഹൈക്കോടതി എത്ര കയറി ഇറങ്ങി? VD സതീശനും അതുപോലെ K സുധാകരനല്ലേ ഈ ഹൈക്കോടതിയിൽ കൊണ്ടുപോയി ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ ലീവ് പെറ്റീഷനും അതുപോലെ പബ്ലിക് ഇൻട്രസ്റ്റ് കൊടുത്തത്? ഏതെങ്കിലും ഒരു കേസ് തെളിയിക്കാൻ പറ്റുമോ? കേരളത്തിൽ ഒരു മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷം സ്വാഭാവികമായും ആരോപണങ്ങൾ ഉന്നയിക്കും, സ്വാഭാവികമായി ഉന്നയിക്കും. പക്ഷേ ഈ ആരോപണങ്ങൾ വിശ്വസനീയമായി അവതരിപ്പിച്ച് തെളിയിക്കാൻ കഴിയുന്നിടത്താണ് പ്രതിപക്ഷത്തിന്റെ വിശ്വാസ്യത ഉണ്ടാകുക. ഇവിടെ പ്രശ്നം 7.5 വർഷമായി നിങ്ങൾ ആവർത്തിക്കുന്നതല്ലാതെ ഒരു ആരോപണവും നിങ്ങൾക്ക് വിശ്വസനീയമായ രീതിയിൽ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല, അനുബന്ധമായി തെളിയിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. ഈ പ്രതിബന്ധം നേരിടുന്ന കേരളത്തിന്റെ എത്ര പേര് ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്? ആരോപണം തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 7 വർഷമായി തെളിയിക്കാൻ കഴിയില്ല. നിങ്ങൾ ആരോപണങ്ങൾക്ക് പുറകെ പോകുക. ഞങ്ങൾ ജനഹൃദയങ്ങളിലേക്ക് പോകും. പ്രതിപക്ഷം ഇത് തന്നെയാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ചെയ്തത്. കാലയളവിൽ ഞങ്ങൾക്ക് സ്വർണ്ണക്കടത്ത് കേസിലെ ഒരാൾ
നിങ്ങൾ 2021 ഞാൻ സർവേകളുണ്ട്. ഞാൻ LDF-നോട് ആഡ് ചെയ്യുന്നതാണ്. സർവേകൾ കൂടി വരുന്നുണ്ട്, മാധ്യമങ്ങളുടെ സർവേകൾ കൂടി വരുന്ന ഒരു കാലമാണ്. എന്താണ് LDF-ന്റെ പ്രൊജക്ഷൻ, കാൽക്കുലേഷൻ? ഈ പറഞ്ഞ വിഷയങ്ങളെല്ലാം, ഈ പറഞ്ഞ രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം സജീവമായി ചർച്ച ചെയ്താണ്. എല്ലാ മാധ്യമങ്ങളും മാസങ്ങൾ ബ്രേക്കിംഗ് ന്യൂസും തലക്കെട്ടും അതുപോലെ തന്നെ ഹെഡ് നോട്ടൊക്കെ ആയിട്ട് ഇറക്കിയതാണ്. അന്ന് ചർച്ച ചെയ്തപ്പോൾ 91 സീറ്റിൽ നിന്ന് ഞങ്ങൾ 99ആയി, 42% വോട്ടിൽ നിന്ന് 45.3ആയി. അതുകൊണ്ട് തെളിയിക്കാൻ പറ്റാത്ത ഈ ആരോപണങ്ങളുടെ പുറകെ നിങ്ങൾ പോകുക. ഞങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങി ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ചു. ഞങ്ങൾക്ക് വൻ വിജയമുണ്ടാകും. സർവേകൾ എന്ന് പറഞ്ഞ കള്ള സർവേകൾ, പെയ്ഡ് സർവേകളുമായി ഓരോ ചാനലുകളും ഇറങ്ങിത്തിരിച്ച് UDF ഇത്ര 1ഉം 2ഉം BJP എന്നൊക്കെ ചില ആളുകൾ ഇവർ സ്വാധീനിച്ചും പറയുന്നുണ്ട്. ഈ സർവേകളൊക്കെ പൊക്കോട്ടെ. അന്ന് മലയാള മനോരമ തോപ്പിച്ച 31 പേർ, 2021 തെരഞ്ഞെടുപ്പ് സമയത്ത് മലയാള മനോരമ തോപ്പിച്ച 31 പേർ ഇന്ന് കേരളത്തിലെ MLA-മാരാണ്. മലയാള മനോരമ തോപ്പിച്ച P. രാജീവ് ഇന്ന് വ്യവസായ മന്ത്രിയാണ്. മലയാള മനോരമ ദയനീയമായി തോപ്പിച്ച മുഹമ്മദ് റിയാസ് ഇന്ന് ഇവിടുത്തെ പൊതുമരാമത്ത് മന്ത്രിയാണ്. അങ്ങനെ സർവേകൾക്ക് പിന്നിൽ ഇവർ പോയിക്കോട്ടെ. ഞങ്ങൾ ജനഹൃദയങ്ങളിൽ അവരുടെ വോട്ട് നേടി വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഈ കേരളത്തിൽ 2004 സമാനമായ ഏറ്റവും ഗംഭീരമായ വിജയത്തിലേക്ക് ഇടതുപക്ഷം പോകും, ഒരു സംശയമില്ല. കേരളത്തിൽ എറണാകുളം അടക്കം എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളും നിരവധിയായ വിഷയങ്ങളിലൂടെ, രാഷ്ട്രീയ പ്രശ്നങ്ങളിലൂടെ അതിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം വളരെ സമഗ്രമായി ഊർജിതമായി മുന്നോട്ട് പോകുന്നു. അവസാന നാളുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. ആ നിലയിൽ 3 മുന്നണികളും അവരുടെ പ്രതീക്ഷകളാണ് പടക്കളത്തിലൂടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുതന്നെയാണ് എറണാകുളത്ത് ഇപ്പോൾ തൃപ്പൂണിത്തുറയിൽ നിന്ന് നമ്മൾ ഇത്രയും നേരം കണ്ടതും കേട്ടതും. എല്ലാവർക്കും നന്ദി.